ഗുരു ചരണങ്ങളിൽ പ്രണാമം. പരിപാവനമായ ഈ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ള സുഹൃത്തുക്കളായ ശ്രീനാരായണീയരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുന്നത് ചേർത്തലയിൽ നിന്നാണ്. ഒരു ചേർത്തലക്കാരനാണ് ഇപ്പോൾ കോട്ടയം ഭരിക്കുന്നത്, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ വി ശശികുമാർ. അദ്ദേഹം 3-ാം ദിവസം ഇവിടെ പ്രഭാഷണത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നോട്ടീസ് കണ്ടപ്പോൾ മനസ്സിലായി. ചേർത്തലയിലാണെങ്കിൽ നാളെ വലിയൊരു പരിപാടി നടക്കുകയാണ്, വലിയൊരു മഹാസംഗമം നമ്മുടെ നടക്കുകയാണ്. 3 പതിറ്റാണ്ട് സംഘടനാ നേതൃത്വം അസൂയാവഹമായ രീതിയിൽ കൊണ്ടുപോയ ശ്രീ വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം ഒരുക്കുന്നതോടൊപ്പം ചേർത്തലയിലുള്ള 108 ശാഖകളും പ്രവർത്തന സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന ഒരു മഹാസംഗമം. അതിൻ്റെ പരിസമാപ്തിയാണ് നാളെ. ഞങ്ങളെല്ലാം അതിൻ്റെ പിന്നിലാണ്. അതിനിടയിലാണ് ഇവിടെ ഈ ദർശന സംഗമം വന്നത്. അത് ക്ഷണിച്ചത് പ്രിയ സുഹൃത്ത് ശ്രീ രഞ്ജിത്ത് ആയതുകൊണ്ട് ഇവിടെ വരാതിരിക്കാനും പറ്റില്ല. കോട്ടയവുമായിട്ട് വല്ലാത്തൊരു അഭേദ്യമായ ബന്ധമാണുള്ളത്. കാരണം ശ്രീനാരായണ ഗുരുദേവനോടുള്ള അദമ്യമായ ഭക്തി കേരളത്തിൽ ആർക്കാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഉത്തരം അത് കോട്ടയം ജില്ലക്കാർക്കാണ്. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷെ ഗുരുദേവനോടുള്ള ആ ഭക്തി ഇത്രയ്ക്ക് തീവ്രമായി കൊണ്ടുനടക്കുന്നത് കുട്ടനാടുകാരും കോട്ടയംകാരുമാണ്. അപ്പൊ കുട്ടനാടുകാർക്ക് എന്താണ്, ആലപ്പുഴ ജില്ലയിലാണ് കുട്ടനാടിന്റെ കിടപ്പ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലക്കാരായി ഞങ്ങൾക്ക് ഭക്തിയും ബഹുമാനവും ഒക്കെ കൂടുതലാണെങ്കിലും അത്രയ്ക്കങ്ങോട്ട് ഗുരുദേവ ദർശനത്തിലും അല്ലെങ്കിൽ ഗുരുകൃതികളിലും ഞങ്ങൾ അത്രയ്ക്കങ്ങോട്ട് എല്ലാവരും ചെന്നിട്ടില്ല. ഗുരുവിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ, SNDP യോഗത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പറഞ്ഞാൽ ഏറ്റവും മുമ്പിൽ ഞങ്ങൾ വരും. പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും എതിരാളികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയും. കാരണം ചേർത്തലക്കാർക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒക്കെ വെന്നിക്കുടി പാലിച്ചവരെല്ലാം ചേർത്തലക്കാരായിരുന്നു. ശ്രീ വയലാർ രവി, ശ്രീമതി KR ഗൗരിയമ്മ എൻ്റെ അയൽവാസിയാണ്. ശ്രീ AK ആന്റണി, ശ്രീ CK ചന്ദ്രപ്പൻ, ശ്രീ VS അച്യുതാനന്ദൻ, അങ്ങനെ എണ്ണം പറഞ്ഞ നേതാക്കൾ ഒരുപാടുണ്ടായിട്ടുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം. അതിനിടയിലാണ് ഒരു മോൻസൺ മാവുങ്കൽ കൂടി ഉണ്ടായത്. അപ്പൊ എൻ്റെ മാവുങ്കൽ ഇവിടെ എന്താണ്, ഇപ്പൊ മാവുങ്കലിന് എൻ്റെ വീട്ടുപേരാണ് മാവുങ്കൽ. ഞങ്ങൾ ഈ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുനടക്കുന്ന ഒരു കുടുംബ പേരാണിത്. കാരണം 100-300 കൊല്ലം പഴക്കമുള്ളതാണ് ഞങ്ങളുടെ കുടുംബം എന്നുള്ള ആ ഒരു ഊറ്റവും അഹങ്കാരവും കൊണ്ട് ഞങ്ങളങ്ങനെ നടന്നപ്പോഴാണ് 2-3 വർഷം മുമ്പ് ഈ അഹങ്കാരത്തിന്റെ മുകളിൽ ഒരു ഇടി വീണത്. എന്ന് പറഞ്ഞാൽ മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന കക്ഷി കുപ്രസിദ്ധനായി മാറിയപ്പോൾ ഈ മനോജ് മാവുങ്കലും കുപ്രസിദ്ധനായി. അപ്പം എവിടെയൊക്കെ ഞാൻ പ്രഭാഷണത്തിന് പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ വിളിച്ചു, അല്ലെ മനോജെ നിങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ, നിങ്ങളും ചേർത്തലക്കാരൻ, ഈ മോൻസൺ മാവുങ്കലും ചേർത്തലക്കാരൻ അല്ലെ, വല്ല ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞു ഒരു ബന്ധവും ഇല്ല. പറഞ്ഞ് ഞാൻ മടുത്തു. അവസാനം എനിക്ക് ഫേസ്ബുക്കിൽ എഴുതേണ്ടി വന്നു. എന്ത് പറഞ്ഞു, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നൊക്കെയാണ് ഗുരുദേവൻ പറഞ്ഞെങ്കിലും ഞാൻ അതിനകത്ത് ജാതി പറഞ്ഞു. എന്ത് പറഞ്ഞു? ശ്രീ മോൻസൺ മാവുങ്കൽ ക്രിസ്ത്യാനിയും ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയേണ്ടി വന്നു. കാരണം ഈ കുടുംബ പേര് ചേർത്തല താലൂക്കിൽ പല ആൾക്കാർക്കും ഉണ്ട്. അതൊരു ക്രിസ്ത്യൻ കുടുംബമാണ്, നമ്മുടേത് ഹിന്ദു കുടുംബമാണ്. അപ്പൊ മാവുങ്കൽ എന്ന വീട്ടുപേര് പലർക്കും ഉണ്ട്. അപ്പൊ അതിലൊരു മാവുങ്കലാണ് ഞാൻ. അപ്പൊ ഈ മനോജ് മാവുങ്കൽ എന്ന് പറയുമ്പോൾ ഈ മാ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മായിൽ തുടങ്ങുന്നവരൊക്കെ മഹാന്മാരായിരിക്കും എന്ന് പറയുന്നത് അറിയാവോ? മമ്മൂട്ടി, മോഹൻലാൽ, മനീഷ കൊയ്രാള അല്ലേ? കേരളത്തിലെ നമ്പർ 1 പത്രം മലയാള മനോരമ. 2ാമത് നിൽക്കുകയാണെങ്കിൽ അതേതാണ്, മാതൃഭൂമി. എല്ലാത്തിൻ്റെ മുമ്പിൽ എന്തുണ്ട്? മായുണ്ട്. ഇതാണ് മകാരം മാത്യു, അതേ കോട്ടയത്തുകാരനാണ് തോന്നുന്നത്. അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ മായിൽ ഇങ്ങനെ തുടങ്ങുന്നവർക്ക്, അപ്പൊ ഒന്നിൽ കൂടുതൽ മായുള്ളവർക്ക് ഇത്തിരി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മാതൃഭൂമിയിൽ 1 മായേ ഉള്ളൂ, പക്ഷെ മലയാള മനോരമയിൽ 2 മായുണ്ട്. അതുകൊണ്ടാണ് മലയാള മനോരമ എന്ത് ചെയ്തിരിക്കുന്നത്, ആർക്കും കവർ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് അത് 1ാമത് വന്നിരിക്കുന്നത്. സിനിമാ താരങ്ങളുടെ കൂട്ടത്തിൽ മോഹൻലാലിന് 1 മായേ ഉള്ളൂ, പക്ഷെ മമ്മൂട്ടിക്ക് 2ഓ 3ഓ മാ വരുന്നുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് അദ്ദേഹം പോയി 1ാമത് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള. അതൊക്കെ രസകരമായ കാര്യമായിട്ട് നമുക്ക് പറയാം. ഇവിടെ ഇപ്പോൾ 5 ദിവസത്തെ പ്രഭാഷണത്തിൽ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് എൻ്റെ പ്രഭാഷണം.
അപ്പൊ ഇന്നലെ നമ്മുടെ ദിനു ആയിരുന്നു അല്ലെ? അപ്പൊ ദിനു എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര മണിക്കാണ് പ്രഭാഷണം തുടങ്ങുന്നത്? 7:30 സാറേ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതാണ് ഞാൻ ഇതിന് താമസിക്കാൻ കാര്യം. അപ്പൊ ഒരു 5:30 കഴിയുമ്പോൾ ഇറങ്ങിയാൽ മതി എൻ്റെ വീട്ടിൽ നിന്ന്. 5:45 ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ചേർത്തല പൂരമായിരുന്നു എന്ന്. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ ദിവസമാണെന്ന്. അത് തെറിപ്പാട്ട് പാടുന്ന ഒരു ഉത്സവമായിരുന്നു. പിന്നെ അതൊക്കെ നിരോധിച്ച് ഇപ്പൊ നല്ല പാട്ടുകളാണ് പാടുന്നത്. അപ്പൊ ചേർത്തല പൂരത്തോടനുബന്ധിച്ച് ചേർത്തല ടൗണിൽ ഞാൻ വന്നപ്പോൾ ഒരു 20 മിനിറ്റ് ബ്ലോക്ക് കിട്ടി. അല്ലെങ്കിൽ കുറെ കൂടി നേരത്തെ എനിക്ക് വരാമായിരുന്നു. അപ്പോൾ കൃത്യസമയം പാലിക്കണം എന്നൊരാളുടെ നിർദ്ദേശമുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനും ഗുരുതുല്യനുമായ ശ്രീ PT മന്മഥന്റെ. അദ്ദേഹം അവിടെ ഉണ്ട് ചേർത്തല നമ്മുടെ മഹാസംഗമത്തിന്റെ വേദിയിൽ. അപ്പൊ നമ്മൾ മന്മഥൻജി ഞാനിങ്ങനെ മറിയപ്പള്ളി പോവുകയാണ്. അപ്പൊ തന്നെ പെട്ടെന്ന് മുഖമൊക്കെ പള്ളിയുടെ അങ്ങോട്ട് വളരെ വികാസം പ്രാപിച്ചിട്ട് പറഞ്ഞു, മാവുങ്കലെ കോട്ടയത്തെ ഏറ്റവും നല്ല ശാഖകളിൽ ഒന്നാണ് മറിയപ്പള്ളി. അദ്ദേഹം 2-3 പേരുടെ പേര് പറഞ്ഞു, സൈജു, സഞ്ജു, പിന്നെ നമ്മുടെ രഞ്ജിത്ത്. ഏതാണ്ട് എന്ത് മെമ്മറി പവറിൽ ഈ ശാഖയിലുള്ള മുഴുവൻ ആൾക്കാരുടെ പേര് നിമിഷ നേരം കൊണ്ട് പറയുക. പറഞ്ഞിട്ട് പറയണ കൃത്യസമയം പാലിക്കണം, താനെന്ന് ഇത്ര താമസിച്ചേ. ഞാൻ പറഞ്ഞത് സാറേ ഇങ്ങനെ ഇത് ബ്ലോക്കിൽപ്പെട്ടു അല്ലെ, എളുപ്പം ചെല്ലേ. അവര് കൃത്യതയുള്ളവരാണ്. ഈ ഈഴവരുടെ കൂട്ടത്തിൽ കൃത്യതയുള്ളവരാണ് മറിയപ്പള്ളി ശാഖക്കാരെന്ന് ശ്രീ PT മന്മഥനെ പോലുള്ള മഹാവാഗ്മി പറഞ്ഞപ്പോ മനസ്സാ നിങ്ങളെ ഞാനൊന്ന് പ്രണമിച്ചു പോയി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ചൈതന്യധന്യമായ ഈ ഗുരുവിഗ്രഹവും അതീവ സുന്ദരവും ശാന്തവുമായിട്ടുള്ള ഈ അന്തരീക്ഷവും എന്തിനേറെ വളരെ അച്ചടക്കത്തോടുകൂടി ഇരിക്കുന്ന നിങ്ങളുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. ഇപ്പൊ പ്രസംഗിക്കാൻ തോന്നണേയില്ല. ഇപ്പൊ നിങ്ങളെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കണമെന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ വിഷയം തന്നിരിക്കണമെന്ന് പറഞ്ഞല്ലേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ നമ്മുടെ വിഷയം എന്താവുന്നു? മതം പഠിപ്പിച്ച ദൈവവും ഗുരു പഠിപ്പിച്ച ദൈവവും. ഇതൊരു രസകരമായ വിഷയമാണ്. എന്താണ് ഈ മതം പഠിപ്പിച്ച ദൈവം, ഗുരു പഠിപ്പിച്ച ദൈവം? ദൈവം എന്ത് എന്നറിയണമെന്ന്. എന്താണ് ഈ ദൈവം? എല്ലാരും ദൈവമേ എന്ന് വിളിക്കാറുണ്ടല്ലോ. എന്താണ് ദൈവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിവ് എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഒരു മലയാള വാക്കുണ്ടാകണമെങ്കിൽ ഒരു ധാതു വേണം, ഒരു കാരണം ഉണ്ടാകുന്നതിന് കാര്യം വേണം എന്ന് പറയുമ്പോൾ ഈ ദിവ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ദൈവം എന്ന സങ്കല്പം ഉണ്ടാകുന്നത്. ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. ആ പ്രകാശം എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ദൈവം എന്ന് പറയുന്ന. അപ്പൊ ദൈവം ഒരു പ്രകാശമാണ് എന്ന് അതിൽ തന്നെ പറയുന്നു. ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് തന്നെയാണ്. ആ പ്രകാശത്തിന് അർത്ഥം ഉണ്ടായിരുന്നു അറിവാകുന്ന പ്രകാശം. അറിവാണ് ഈശ്വരൻ. ഗുരുവിന്റെ ആ പ്രകാശം മുഴുവൻ എന്ന് പറയുന്നത് അജ്ഞാന തിമിരത്തെ മാറ്റി നിർത്തുന്ന വെളിച്ചം. അതായിരുന്നു ആ പ്രകാശം. ആ പ്രകാശത്തെ പല രീതിയിൽ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വൈദിക ധർമ്മവും ബ്രാഹ്മണ മേധാവിത്വവും ശങ്കരാചാര്യരും ഒക്കെ ഈശ്വരന്മാരെ ഓരോന്നായി പ്രകീർത്തിച്ചിട്ടുണ്ട്. അവരതിനുവേണ്ടി സ്തോത്ര കൃതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ശാന്തിമാരിൽ മഹാഭൂരിപക്ഷവും ചൊല്ലുന്നത് അത്തരം കൃതികളാണ്, ആ സ്തോത്രങ്ങളാണ്. എന്നാൽ ഗുരു അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഓരോരോ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിലെ ഭാരതീയ ദർശനത്തിന്റെ ഏറ്റവും സത്യസന്ധമായ മുഖമായിരുന്നു. സനാതന ധർമ്മമാകുന്ന ഈ ഭാരതീയ ദർശനത്തെ പലരും പല രീതിയിൽ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ് സത്യസന്ധമായ മുഖം നൽകിയത്. ആ സത്യസന്ധമായ ആ മുഖത്തിലൂടെയാണ് ഈശ്വരന്മാരെ എല്ലാവരെയും ഗുരു. ഈശ്വരന്മാരെന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഒരു ഈശ്വരനേ ഉള്ളൂ. പക്ഷെ ഈശ്വരന്മാരെന്ന് പറയുമ്പോൾ ആ ഈശ്വരന്റെ പ്രതിരൂപമായി, ഏകനായ ദൈവത്തിന്റെ പ്രതിരൂപമായി അവതാര പുരുഷന്മാരെ നമ്മൾ ഗണിക്കുന്നു. ആർക്കും ഭഗവാനാകാം. അതാണ് നമ്മുടെ ഭാരതീയ തത്വസംഹിതയുടെ പ്രത്യേകത. ആർക്കും ഭഗവാനാകാം. എനിക്കും ഭഗവാനാകാം, നിങ്ങൾക്കും ഭഗവാനാകാം, വേദിയിലിരിക്കുന്നവർക്കൊക്കെ ഭഗവാനാകാം അല്ലേ? പക്ഷെ ഭഗവാനാകണമെന്നുണ്ടെങ്കിൽ ചില ക്വാളിറ്റികൾ വേണം. അതറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈശ്വരനേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ക്ഷേത്രങ്ങളിൽ വന്ന്, ഗുരുക്ഷേത്രങ്ങളിൽ വന്ന്, ഗുരുമന്ദിരങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ചു പോയാൽ ഈശ്വരനിലേക്ക് അടുക്കും എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നതെങ്കിൽ തെറ്റി. അതൊരു ഭാഗം മാത്രമേ ആവുള്ളൂ. ആ ഈശ്വരനിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 9 കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചിരിക്കണം എന്ന് ഭാരതീയ ദർശനം ഗുരുവിന്റെ അവതാരമുണ്ടാകുന്നതിനും വർഷങ്ങൾക്കപ്പുറത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ 9 കാര്യങ്ങൾ എന്നറിയാവോ? ശ്രവണം, കീർത്തനം വിഷ്ണു, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദ്യം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. കണ്ടോ 9 ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദ്യം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. 9 കൈ ജൊടി ചെയ്യാൻ എണ്ണിയിരിക്കുന്നു. അതിൽ ഒന്നാമത്തേതാണ് ശ്രവണം. നമുക്കില്ലാത്തതാണ്. ആ ശ്രവണത്തിനാണ് ഈ 5 ദിവസം
നമ്മുടെ രഞ്ജിത്തൊക്കെ വളരെ കഷ്ടപ്പെട്ട് എന്ത് നടത്തിയിരിക്കുന്നത്? ഈ ദർശന സംഗമം നടത്തിയിരിക്കുന്നത്. എല്ലാ ദിവസവും ശ്രവണമുണ്ട്, നമുക്കല്ലെന്നേ ഉള്ളൂ. ശ്രവണം കീർത്തനം എന്ന് പറയുന്നത് ഒന്നാമത്തത് ശ്രവണമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഭാരതീയ ദർശനമാണ്. പക്ഷേ അത് അക്ഷരം പ്രതി അംഗീകരിച്ചത് ഭാരതത്തിലുള്ളവരല്ല, ഭാരതത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നവരാ. പുറത്തുനിന്ന് വന്നവരാണ് ഇസ്ലാം മതവും, പുറത്തുനിന്ന് വന്നവരാണ് ക്രിസ്തു മതവും. അവരിവിടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ദർശനങ്ങളൊക്കെ എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അവരത് അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് ഈ ശ്രവണം എന്ന് പറയുന്നത് അവരങ്ങ് ഏറ്റെടുത്ത് നടപ്പാക്കി. ബൈബിളിലോ ഖുറാനിലോ ഒന്നും ഈ ശ്രവണം കീർത്തനം എന്നൊന്നും പറഞ്ഞിട്ടില്ല, മറ്റു കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരതങ്ങ് ഏറ്റെടുത്ത് നടപ്പാക്കിയപ്പോൾ അവർക്ക് എല്ലാ ദിവസവും ശ്രവണമുണ്ട്. എല്ലാ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ദിവസവും ശ്രവണമുണ്ട്. എല്ലാ ഞായറാഴ്ചകളും നിർബന്ധമായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. വെള്ളിയാഴ്ചകളിൽ നിർബന്ധമായിട്ട് ആ ശ്രവണം എന്താണ് കേൾക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാണ്, എല്ലാ ആൾക്കാരും പോയി ഇരിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അത് അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്, നമുക്കെല്ലാ സംശയങ്ങളും ഓരോരോ കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമുക്കാണ്. സംശയം മറ്റുള്ളവർക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, അവരുടെ രൂഢമൂലമായ വിശ്വാസം എന്ന് പറയുന്നത് ഇളക്കാൻ അവരാരും സമ്മതിക്കുന്നില്ല. നമ്മളിടക്കൊന്ന് ഇളകിപ്പോകും, മഹർഷിമാരുടെ തപസ്സിളകുന്നത് പോലെ. എന്താ കാരണം? നമുക്ക് ഈ ശ്രവണത്തിന്റെ കുഴപ്പമുണ്ട്, കൃത്യമായി ശ്രവണമില്ലാത്തതുകൊണ്ട്. ആ ശ്രവണത്തെ വേണ്ടിയാണ് ഇതുപോലുള്ള ദർശന സത്രങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടക്കുന്നത്. പക്ഷെ നമ്മളാരും ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സപ്താഹ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലാണ്. കുടുംബക്ഷേത്രങ്ങളിലും വലിയ ക്ഷേത്രങ്ങളിലും എന്ത് വേണ്ട മഹാക്ഷേത്രങ്ങളിലും ഒക്കെ ഈ പരിപാടി ഉണ്ട്. എപ്പോഴാണ് സപ്താഹയജ്ഞത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തമാശയാണ്. കാരണം എന്താ, അമ്മമാരൊക്കെ പോകുന്നത് പതുക്കെ 11:30-12 മണിയാകുമ്പോഴാണ് പോകുന്നത്. എന്താ കാര്യം? ഇല്ലേ, സപ്താഹയജ്ഞ സ്ഥലത്ത് സാമ്പാറൊക്കെ അങ്ങ് തിളച്ച് പൊങ്ങും, മോരിന്റെയൊക്കെ മണമങ്ങ് വരുമ്പോ തന്നെ ഇവരങ്ങ് പതുക്കെ എഴുന്നേറ്റ് പോവുക. അപ്പൊ പോണ വഴിക്ക് ആരെങ്കിലും ചോദിക്കും, അമ്മമ്മ എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സപ്താഹയജ്ഞത്തിന് പോകണ പോലെ. എന്തിനാണ് അവിടെ പോകുന്നത്? ഭഗവാന്റെ ഒരു ഉരുള ചോറ് തിന്നാൻ. ഭഗവാൻ ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുകയല്ലേ എല്ലാവർക്കും, അല്ലേ? അവിടെ ഉച്ചക്ക് അവിടെ ചെല്ലുന്നു, അവിടെ ആചാരൻ എന്തൊക്കെയോ പറയുന്നു, അന്നേരം കിട്ടുന്ന ആൾക്കാരെയൊക്കെ നോക്കി ഞാൻ എന്തൊക്കെയോ പറയുന്നു. 2 മണിയാകുമ്പോൾ തിരിച്ചു പോരുന്നു, ഭക്ഷണത്തിന്റെ പോരായ്മ പറഞ്ഞുകൊണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ഒരു ചാക്ക് അരി കൊടുത്താണ്, സാമ്പാറിന് കാശിനും കൊണ്ടില്ല. ഇവനൊക്കെ എന്തിനിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതകഥ ജനനം മുതൽ സ്വർഗാരോഹണം വരെ പ്രതിപാദിക്കുന്ന 18 പുരാണങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാഗവതത്തെക്കുറിച്ച് ഭാഗവത യജ്ഞം 12 കൂടിയിട്ടുള്ള വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഒരു വായും പിടിച്ചിരിക്കും. എന്താ കാരണം? ശ്രവണം അറിഞ്ഞൂടാ. ഈ ശ്രവണം കൃത്യമായിട്ട് നമുക്കില്ലാത്തത് കൊണ്ട് പറയുന്ന വ്യക്തിയും എന്ത് ചേർക്കുന്നു, വെള്ളം ചേർത്ത് പറയുന്നു. അതുകൊണ്ട് ഈ ശ്രവണം എന്ന് പറയുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടായി, പരാജയമായി നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള അനുഗ്രഹദായകങ്ങളായ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നത്. ഇപ്പം ഭഗവാൻ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, എല്ലാവർക്കും ഈശ്വരനാകാം. ആരാണ് ഈശ്വരൻ എന്ന് ചോദിക്കുമ്പോൾ 5000 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് ഈശ്വരൻ എന്താണ് എന്ന് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താ പറയുക, അഹമാത്മഗുഡാദേശ സർവഭൂതാശയസ്ഥിത അഹമാദിച്ഛ മധ്യജ ഭൂതാനാം അന്ത്യമേവജ. എന്നാ നിന്റെ മുമ്പിൽ നിൽക്കണം ഞാനാണ് ഈശ്വരൻ എന്നല്ല പറയുന്നത്. അഹമാത്മാ, ഞാൻ എന്ന് പറയുന്നത് ഈശ്വരനാണെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അഹമാത്മഗുഡാകേശ, അല്ലയോ പ്രിയപ്പെട്ട അർജുന, ഞാൻ ആരാണെന്നറിയാവോ? അഹമാത്മഗുഡാകേശ സർവഭൂതാശയസ്ഥിത, സർവജീവജാലങ്ങളുടെ ഉള്ളിൽ നിലകൊള്ളുന്ന ആത്മാവാണ് ഞാൻ. അതാണ് ഞാൻ. ഞാൻ തന്നെയാണ് ആദ്യം, ഞാൻ തന്നെയാണ് മധ്യം, ഞാൻ തന്നെയാണ് അന്ത്യം എന്ന് നീ കരുതിക്കൊള്ളുക. അപ്പൊ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തെയാണ് ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനെ കുറിച്ചുള്ള തത്വജ്ഞാനങ്ങളെല്ലാം ഒന്നു പറഞ്ഞുകൂടാത്ത ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തതാണ് ഭഗവത്ഗീത. അർജുനൻ എന്തിനാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ തേരാളിയായി വിളിച്ചെന്നാണ് നിങ്ങളുടെ വിചാരം? ഭഗവാനാണെന്ന് കണ്ടിട്ടല്ല. ഒരു പ്രത്യേക അവസ്ഥയിൽ യുദ്ധരംഗത്തേക്ക് പോകുന്നു. ആ യുദ്ധരംഗത്തേക്ക് പോകുമ്പോൾ തനിക്ക് കൂട്ടായിട്ട് ആരിരിക്കണം? തന്റെ ആത്മമിത്രം ഇരിക്കണം, അല്ലെങ്കിൽ തന്റെ ഏക ബന്ധു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധു ഇരിക്കണം എന്ന് ഏതൊരാളും കരുതും, അല്ലെ? അങ്ങനെ കരുതുമ്പോൾ നമ്മൾ ആദ്യം ആരെയാ കരുതുന്നത്? നമ്മുടെ നാട്ടിൽ കോട്ടയത്ത് കല്യാണം കഴിച്ച് പിന്നെ ചേർത്തലക്കാരത്തിയായ പെണ്ണിനെ കൊണ്ടുവന്ന് കോട്ടയത്ത് താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, ആ കോട്ടയത്ത് അവന്റെ വീടിന്റെ പരിസരത്ത് ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അവൻ ആദ്യം അറിയിക്കുന്നത് ആരെയായിരിക്കും എന്നറിയാവോ? അവന്റെ അളിയനെയാണ്. അതാണ് വലിയ ബന്ധം. അറിയോ, അളിയ ഇവിടെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഉടനെ അവിടെ അളിയൻ എന്ത് പ്രശ്നമാണ് അളിയ? സ്നേഹമുള്ളവനാണ് ചോദിക്കും. പറയും എന്നെ പറയണ്ട, ഓ എന്നെ എത്രയും പെട്ടെന്ന് പാഞ്ഞു വരികയാണ്, എന്റെ മകളുടെ ഭർത്താവിനെ വിളിച്ചിരിക്കുന്നു. ഇതാണ് ആത്മബന്ധം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല,
അളിയനും അളിയനും തമ്മിലൊരു ബന്ധമുണ്ട്. ചേർത്തലക്കാർക്ക് എങ്ങനെയാണ്, കോട്ടയത്ത് എങ്ങനെയാണ്? ഇവിടെയൊക്കെ അളിയന്മാർ തമ്മിൽ ബന്ധമുണ്ടോ? നല്ല ബന്ധമുണ്ടോ? നല്ല ബന്ധമാണ്. അതുകൊണ്ട് യുദ്ധരംഗത്തേക്ക് പോകുന്ന അർജുനൻ എന്ത് ചെയ്തു? തന്റെ അളിയനെ ആദ്യമേ വിളിച്ചു. അളിയനാരാണ്? തന്റെ ഭാര്യയായ സുഭദ്ര, സുഭദ്രയുടെ ആങ്ങളയായ ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭഗവാൻ എന്ന് വിളിച്ചില്ല, കൃഷ്ണ നീ എൻ്റെ രഥത്തിന്റെ സാരഥിയാകണം. അപ്പൊ അളിയൻ എന്നൊരു ബന്ധം. പിന്നെ അടുത്തവരാകുന്നു മച്ചമ്പി. മച്ചമ്പി എന്ന് പറഞ്ഞത് ആങ്ങളമകളിലെ മക്കൾ. കുന്തിദേവിയുടെ ആങ്ങളയാണ് ആര്? വസുദേവർ. ആ വസുദേവരുടെ മകനാണ് ആര്? കൃഷ്ണൻ. അപ്പൊ ആങ്ങളെയും മകന്റെ മകളപ്പം മച്ചമ്പി. 3 സതീർത്ഥ്യൻ, സുഹൃത്ത്. 3 ബന്ധങ്ങൾ വന്ന് ത്രിപിളായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ആ വ്യക്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്റെ രഥം നയിക്കണം, നീ മാത്രം മതി. കാര്യം എന്താ? എന്റെ വിശ്വസ്തനാണ് നീ, എന്റെ അളിയനാണ്, എന്റെ മച്ചമ്പിയാണ്, എന്റെ സുഹൃത്താണ്. അതുകൊണ്ട് നീ എന്റെ രഥം നയിക്കണം. കാരണം എന്താ? ഈ രഥം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആയുധങ്ങൾ ഇങ്ങനെ നിരപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പായുമ്പോൾ രക്ഷിച്ചു കൊണ്ടുപോകാൻ ആര് നടത്തണം? ഒരു സാരഥിക്കേ സാധിക്കുകയുള്ളൂ, ശക്തനായ ഒരു സാരഥിക്ക്. അതുകൊണ്ട് സാരഥി താൻ അറിയണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും പോരിൽ നിന്നോന്നത കാല വിശേഷവും. കണ്ടോ? കൃത്യമായിട്ട് പറയുക. ഒരു സാരഥി അറിയേണ്ട എന്തൊക്കെയാണ്? മഹാരഥന്മാരുടെ സാധം എന്ന് പറഞ്ഞാൽ ക്ഷീണം. യുദ്ധം ചെയ്യുന്ന മഹാരഥന്റെ ക്ഷീണം അറിയണം. വാജികൾ സാധവും എന്ന് പറഞ്ഞാൽ കുതിരകളുടെ ക്ഷീണം അറിയണം. പോരിൽ നിന്നോന്നത കാല വിശേഷവും, യുദ്ധത്തിലെ ഉയർച്ച താഴ്ചകൾ അറിയണം ഒരു സാരഥി. ഭരണരംഗത്തിരിക്കുന്ന ഒരു പ്രസിഡന്റ് ഇത് പഠിക്കണം, ഒരു സെക്രട്ടറി ഇത് പഠിക്കണം, ഒരു HM ഇത് പഠിക്കണം, ഒരു പ്രിൻസിപ്പൽ ഇത് പഠിക്കണം. കാര്യം എന്താ? ഇത് സാരഥിയുടെ ജോലിയാണ്. അപ്പൊ സാരഥിയായിട്ട് ഏറ്റവും അവിടെ ചെല്ലുന്നു. യുദ്ധരംഗത്ത് കാണുമ്പോൾ കൊന്നപൂത്ത കാട് പോലെ നിൽക്കുന്ന 18 അക്ഷൗഹിണിപ്പടയിൽ 11 അക്ഷൗഹിണിപ്പട തന്റെ ശത്രുപക്ഷത്താണെന്നും തന്റെ ഭാഗത്ത് 7 അക്ഷൗഹിണിപ്പട മാത്രമാണെന്നും മനസ്സിലാക്കിയ ഈ വില്ലാളി വീരരായ ഈ സവ്യസാചിയായ ഈ മധ്യമ പാണ്ഡവൻ ആദ്യമായി ഭയന്നു, തകർന്നു. മനസ്സ് പിടിവിട്ടുപോയി. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കൃഷ്ണ, എനിക്ക് യുദ്ധം വേണ്ട. കാരണം എന്താ? അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കൂ, ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് യുദ്ധം വേണ്ടെന്നല്ല, ഇവരെയൊക്കെ കൊല്ലാൻ എന്നെ കൊണ്ടാവില്ല. കാരണം സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ, അസ്ത്രശാസ്ത്രാദി ഇത് മുഴുവനും പഠിച്ചു വെച്ചിട്ടുള്ള ദ്രോണർ, മഹാരഥനായ അശ്വത്ഥാമാവ്, യഥായുദ്ധത്തിൽ തന്റെ ജ്യേഷ്ഠനായ ഭീമസേനനെയും കവർ ചെയ്ത് നിൽക്കുന്ന ദുര്യോധനൻ, കപടയുദ്ധത്തിന്റെ നേതാവായ ശകുനി, ഇവരോടൊക്കെ ഏറ്റുമുട്ടാൻ എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ താഴേക്കിരിക്കുന്ന ഈ അർജുനന് ഒരു ശ്രവണത്തിന്റെ കുഴപ്പമുണ്ടായിരുന്നു. ആ ശ്രവണമാണ് പിന്നെ ആര് ചെയ്തു കൊടുത്തത്? ഈ സാരഥി ചെയ്തു കൊടുത്ത 18 അധ്യായങ്ങളുള്ള ഗീത. അതാണ് എന്താകുന്നത്? പഠിപ്പിച്ചു. ഈ 18 അധ്യായങ്ങളുള്ള ഗീതയും മുഴുവൻ ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ആ സാരഥി ചോദിച്ചു, പ്രിയപ്പെട്ട അർജുന, നീ എനക്കെല്ലാം മനസ്സിലായോ? എല്ലാം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി നീ എന്നെ നോക്കൂ. അതൊരു വലിയ പഠിപ്പിക്കലാണ്. ഇനി നീ എന്നെ നോക്കൂ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യനെ ഒന്നുകൂടി നോക്കാൻ പറയുക. അപ്പൊ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത് ശ്രവണമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, അധ്യയനം കിട്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ കാഴ്ചയായിരുന്നു. ഇത് മുഴുവൻ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരുന്നു, ഇനി നീ എന്നെ നോക്കൂ എന്ന് പറഞ്ഞപ്പോ പുതിയതെന്തോ കണ്ടതുപോലെ തീർത്ഥടത്തിൽ സാരഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് അർജുനൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ആരെയല്ല കണ്ടത്? കൃഷ്ണനെ അല്ല കണ്ടത്. അതാണ് പഠിപ്പിന്റെ വ്യത്യാസം. നേരത്തെ തന്റെ അളിയനായിരുന്നു, നേരത്തെ തന്റെ മച്ചമ്പിയായിരുന്നു, തന്റെ സുഹൃത്തായിരുന്നു. അങ്ങനെയുള്ള ഒരാളിനെയാണ് കൊണ്ടുവന്ന് വെച്ചതെങ്കിൽ ഇതെല്ലാം കേട്ടതിന് ശേഷം, പഠിച്ചതിന് ശേഷം, ശ്രവണം കഴിഞ്ഞതിന് ശേഷം അർജുനൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ആരില്ല? കൃഷ്ണനെ കണ്ടില്ല. അത് എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടതെന്ന് അറിയാമോ? ത്രിഭുവനവും അസുരസുര മനുജഖ മൃഗഭുജക ധനുജ പശുമുഖ ബഹുല ഭൂല വൃത്താന്തവും ബഹുചരണ ബഹുവദന ബഹുലകരജാലവും വിസ്മയത്തോടു കണ്ടിടിനാൻ അർജുനൻ. കണ്ടോ? ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പ് കേവലനായ മനുഷ്യൻ തന്റെ അളിയൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് പഠിച്ചതിന് ശേഷം നീ എന്നെ നോക്കൂ എന്ന് പറഞ്ഞപ്പോ അവിടെ കണ്ടതൊക്കെയാണ് ത്രിഭുവനവും അസുരസുര മനുജ ഖഗ മൃഗഭുജക ധനുജ പശുമുഖ ബഹുല ഭൂത വൃത്താന്തവും. കളകാഞ്ചി എന്ന് പറയുന്ന മനോഹരമായ വൃത്തത്തിൽ ഭാഷാപിതാവ് എഴുത്ത് വെച്ചിരിക്കുക. ത്രിഭുവനവും 3 ലോകങ്ങളെ കണ്ടു, സുരന്മാരെ കണ്ടു, മനുഷ്യന്മാരെ കണ്ടു, ഖഗം പക്ഷികളെ കണ്ടു, ഭുജകം ഇടജന്തുക്കളെ കണ്ടു. കണ്ടോ എത്ര എണ്ണത്തിനെ കൊണ്ടു? ത്രിഭുവനവും അസുരസുര മനുജ ഖഗ മൃഗ ഭുജക ധനുജ
ദാനവന്മാരെ പശുമുഖ ബഹുലഭൂത വൃത്താന്തവും ബഹുചരണം അനവധി കാലുകൾ, ബഹുവദനം അനവധി മുഖങ്ങൾ, ബഹുല കരജാലവും, ഇതെല്ലാം വിസ്മയത്തോട് കണ്ട് വിറച്ചു നിന്ന് പോയി ആ മഹാരഥൻ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ, എന്റെ കൃഷ്ണൻ എന്തേ, പകരം ഇത് ഏത് രൂപം? അപ്പൊ ആ രൂപത്തിൽ നിന്നൊരു ശബ്ദം വന്നു, കുരുകുലജ ഭയമരുക കുരുസമരമാശു നീ കുണ്ഠരായിടല കണ്ടതെല്ലാം അഹം. നീ ഭയക്കരുത്, നീ കണ്ടതെല്ലാം ഈ ഞാൻ തന്നെയാണ്. ഇന്നലെ വരെ കണ്ട കാഴ്ചയല്ല നീ, കാരണം നീ പഠിച്ചിരിക്കുന്നു, നീ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അർജുനൻ എഴുന്നേറ്റു, ഗാന്ധീവം എന്ന് പറയുന്ന വില്ലെടുത്തു, അത് നേരെ കൊണ്ടുപോയി കെട്ടി, അതിൻ്റെ ഞാടൊലിയിട്ടു. ആ ഞാടൊലി ഒരു ഇടിമുഴക്കമായി കുരുക്ഷേത്ര ഭൂമിയിൽ നിറഞ്ഞു. കൗരവ പടപ്പാളയത്തിൽ ദുർബലരായ പലരും ആ ഞാടൊലി കേട്ട് വീണു മരിച്ചു എന്നാണ് കഥ. എന്താ നമ്മളിത് പഠിപ്പിക്കുന്നത്? ശ്രവണമില്ലാതെ പോയ അർജുനൻ, ശ്രവണം കിട്ടിക്കഴിഞ്ഞ അർജുനൻ, ശ്രവണം കിട്ടിയ അർജുനൻ കണ്ട കാഴ്ച, ഇതാണ് നമുക്ക് വേണ്ടത്. അതിനാണ് ഈ സത്രം. ഇവിടെയാണ് ഈശ്വരനെ നമ്മൾ കാണേണ്ടത്. ഭഗവാൻ എന്ന് പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞു, ആർക്ക് വേണേലും ഭഗവാനാകാം. പക്ഷെ ഭഗവാനാകണമെന്നുണ്ടെങ്കിൽ ഒരു 6 കാര്യങ്ങൾ വേണം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ ജ്ഞാനവിജ്ഞാനയോച്ചൈവ ഷണ്ണാം ഭഗയിതീരിത. കണ്ടോ? ഏതൊരു മനുഷ്യനും ഭഗവാനാകാം. പക്ഷെ എന്തൊക്കെ വേണം? ഐശ്വര്യം വേണം, സമഗ്രമായ വീര്യം വേണം, യശസ് വേണം, ശ്രീ വേണം, പിന്നെ ജ്ഞാനവും വിജ്ഞാനവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവൻ ആരായി? ഭഗവാനായി എന്ന് കരുതുക. അപ്പൊ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താ? ലോട്ടറി അടിക്കുന്നതാണ് ഐശ്വര്യം എന്ന് കരുതരുത്. ഒരു വ്യക്തി എവിടെ ഇരുന്നാലും ഐശ്വര്യം. അയാൾ ഇരിക്കുന്ന പ്രസ്ഥാനം രക്ഷപ്പെടുക, അയാൾ നടന്നു പോകുന്ന വഴിത്താരകൾ രക്ഷപ്പെടുക, അയാൾ ഏത് സ്ഥാനം ഏറ്റെടുത്താൽ അതൊക്കെ രക്ഷപ്പെടുക. അതിനാണെന്ന് പറയുക ഐശ്വര്യം എന്ന് പറയുക. ഈ സംക്രാന്തി കയറാനായിട്ട് ചിലരെ കൊണ്ടുപോകും പിള്ളേരെ, അറിയാവോ? ഈ സംക്രമം എന്നും പറഞ്ഞൊരു ദിവസം അറിയാവോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ആ സംക്രമത്തിന്റെ അന്ന് രാവിലെ വന്ന് കയറുന്നവൻ, വീട്ടിൽ കയറുന്നവന്റെ സ്വഭാവം പോലെ ഇരിക്കും ആ ഒരു മാസക്കാല ആ വീടിന്റെ ഗതി. അതുകൊണ്ട് അങ്ങനെ കയറിയിട്ട് നന്മ കിട്ടുന്ന കുട്ടികളെയൊക്കെ കൊണ്ടുപോയി ചെല്ലു പറയണം, നീ രാവിലെ വല്ലം കേട്ടോ, നാളെ സംക്രമാണ് എന്ന് പറയും. എന്നിട്ട് അവരവിടുന്ന് ചായയും പലഹാരവും കിട്ടും. കാരണം ഇവരായിരിക്കും നേരം വിളക്കെ ചെന്ന് കയറുന്നത്. എന്താ കാര്യം? അത് അവന്റെ ഒരു രാശിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ചിലർക്ക് മാത്രമായിട്ട് ലഭിക്കുന്ന ഐശ്വര്യം അതുണ്ടാകണം. സമഗ്രമായ വീര്യം. എന്താണ് ഈ സമഗ്രമായ വീര്യം എന്ന് പറയുന്നത്? ആരെങ്കിലുമൊക്കെ തല്ലിക്കിടത്തുക, ബിവറേജിന്റെ വാതിൽക്കൽ പോയി ക്യൂ നിന്നിട്ട് മേടിച്ച് കൊണ്ടുവന്നിട്ട് അടിച്ച് ആരെങ്കിലുമൊക്കെ ഇടിച്ച് കിടത്തുക, ഇതാണ് വീര്യം എന്ന് കരുതുന്നതെങ്കിൽ അത് വീര്യമല്ല. പകരം എന്താകുന്നു? പ്രതിസന്ധികളോട് ഏറ്റുമുട്ടി വിജയിക്കുക, ജീവിതത്തിൽ വരുന്ന സകല പ്രാരാബ്ധങ്ങളോടും ഏറ്റുമുട്ടി വിജയിക്കുക, ഇതിനാണ് വീര്യം എന്ന് പറയുക. അതുണ്ടാവണം. അപ്പൊ ഐശ്വര്യം, സമഗ്രം, യശസ്. യശസ് എന്ന് പറഞ്ഞത് സൽപ്പേര് മാത്രം. ജീവിതത്തിൽ ഒരു കാരണവശാലും ദുഷ്പേരുണ്ടാകാതിരിക്കുക, അതാണ് യശസ്. പിന്നെ ശ്രീ എന്ന് പറഞ്ഞാൽ എന്താവുന്നു? സമ്പത്ത്, അതുണ്ടാവുക. അപ്പോൾ ഐശ്വര്യം, സമഗ്രമായ വീര്യം, യശസ്, ശ്രീ, ജ്ഞാനവും വിജ്ഞാനവും. ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ജ്ഞാനമില്ലാത്ത ഒരു വ്യക്തിയില്ല. പക്ഷേ അവൻ സ്വയം ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് എന്ത്? വിജ്ഞാനം. ഇത്രയും സാധനങ്ങളെല്ലാം ഒത്തിണങ്ങിയ മനുഷ്യനെ ഭഗവാൻ എന്ന് വിളിക്കണം. ശ്രീനാരായണ ഗുരുദേവനെ ഭഗവാൻ എന്ന് വിളിച്ചു. ആര്? കുമാരനാശാനല്ല വിളിച്ചത്. കുമാരനാശാൻ ആരായെങ്കിലും അന്ധത്വം ഒഴിക്കാതി മുഖസിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്നാ പറഞ്ഞത്. നമുക്കിവന് സഹചരെ നിയതമേ ഗുരുവാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ എന്നും ആശാൻ പറഞ്ഞു. ഭഗവാൻ എന്ന് ആരും വിളിച്ചില്ല, കുമാരനാശാൻ വിളിച്ചില്ല. ഭഗവാൻ എന്ന് വിളിച്ചത് ആരാണെന്ന് ഓർക്കണം. ലോകം കണ്ട ഏറ്റവും വലിയ യുക്തിവാദിയായ സഹോദരനേറ്റൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ ധിക്കാരി. ആ ധിക്കാരിയാണ് പറഞ്ഞത് എന്തെന്ന്? ഇത് ഭഗവാനാണെന്ന്. എപ്പോഴാണ് മനസ്സിലായെന്നറിയാവോ? എല്ലാം കഴിഞ്ഞ് സമാധിയായപ്പോൾ കണ്ണുനീരോടുകൂടി ഗുരുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സമാധി ഗീതം രചിച്ചു ആ മഹാസാഹിത്യകാരൻ, ആ മഹാരാഷ്ട്രീയ വിചക്ഷണൻ, ആ എം എൽ എ ആയിരുന്നു, കൊച്ചി നിയമസഭയിലെ മന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരി വിപ്ലവബോധം കൂടുതലുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ചു. എന്താ എഴുതി വെച്ച്? ജരാരുജാമൃതി ഭയമഴ ശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു എന്ന് തുടങ്ങിയിട്ട് അതിനകത്തൊരു വരിയുണ്ട്. എന്താണ്? ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു. കണ്ടു? സമാധിയായി കഴിഞ്ഞ് ജീവനറ്റ് പോയ എന്ത് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു വ്യക്തിക്ക് ജയപാടേണ്ട കാര്യമില്ല.
പക്ഷെ ജയപാടണം ആർക്ക്? ജീവിച്ചിരിക്കുന്ന വ്യക്തിക്കാണ് ജയപാടേണ്ടത്. ജയിക്കട്ടെ എന്ന് പറയേണ്ടത് മരിച്ചവനോടല്ല, പിന്നെ ആർക്കാണ്? ജീവിച്ചിരിക്കുന്നവരോടാണ് ജയിക്കട്ടെ എന്ന് പറയേണ്ടത്. ഇവിടെ ജയ ഭഗവാനെ, അങ്ങ് ഭഗവാനാണ്, അതുകൊണ്ട് അങ്ങേക്ക് ഞാൻ എന്ത് പറയുന്നു? ജയ. അങ്ങേക്ക് മരണമില്ല. അതാണ് ഇവിടെ എന്ത് പറ്റിയിരിക്കുന്നു? ജരാരുജാമൃതി, വാർദ്ധക്യമില്ലാതെ, രോഗമില്ലാതെ, മരണമില്ലാതെ യശസ്സാകുന്ന ഒരു വലിയ പദത്തിലേക്ക് കയറിയിരിക്കുകയാണ് എന്റെ ഭഗവാൻ. അതുകൊണ്ട് ഞാൻ അങ്ങയെ ഭഗവാൻ എന്ന് വിളിച്ചോട്ടെ എന്ന്. കണ്ടോ, അതാണ് ഭഗവാൻ. ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ആകാം, പക്ഷെ അങ്ങനെ നമുക്ക് നടക്കില്ല. അത് കേവലം ലോകത്തിൽ 1% പേർക്ക് മാത്രമേ നടക്കുകയുള്ളൂ. അവരെയാണ് നമ്മൾ യുഗപുരുഷന്മാർ, അവതാര പുരുഷന്മാർ എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെ അവതാര പുരുഷന്മാരുടെ പട്ടികയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ആര്? ശ്രീനാരായണ ഗുരുദേവൻ. ഒരു സന്യാസി എന്തായിരിക്കണം എന്നുള്ളതിന്റെ ലക്ഷണം അർജുനന് ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുത്തതുപോലെ കൃത്യമായിരുന്നു. കാമ്യാണ കർമ്മണ ന്യാസം സന്യാസം കവയോ വിദു സർവകർമ്മഫലത്യാഗം പ്രാഹുസ്താകം വിചക്ഷണ. അതാ ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ നിനക്കറിയാമോ അർജുന? ഭഗവാൻ പറഞ്ഞ എന്താണ്? കാമ്യാണ കർമ്മണ ന്യാസം, ശരീരം ആഗ്രഹിക്കുന്ന സുഖങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവനാരോ അവൻ സന്യാസി. സർവകർമ്മ ഫലത്യാഗം, ഒരു കർമ്മത്തിൽ നിന്നും ഫലമിച്ഛയിക്കാത്തവനാരോ അവൻ സന്യാസി. രണ്ടേ രണ്ട് ലക്ഷണം. അർജുന, അങ്ങനെ നിനക്ക് ആർക്കെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ അവരെ എടുത്തോളൂ സന്യാസി. അങ്ങനെ ഈ ലോകത്ത് സന്യാസ ലക്ഷണങ്ങളിൽ പ്രിയമുള്ളവരെ ഒരേ ഒരാളേ ഉള്ളൂ, അത് ശ്രീനാരായണ ഗുരുദേവനാണ്. ലോകത്തിൽ മനുഷ്യനുള്ളിടത്തെല്ലാം, പ്രപഞ്ചം ജീവനുള്ളിടത്തെല്ലാം എവിടെ ചെന്ന് നോക്കിയാലും നൂറുകണക്കിന് സന്യാസിമാരുണ്ട്. ഈ ഭാരതത്തിൽ പോലും ഉണ്ട് ലക്ഷക്കണക്കിന് സന്യാസിമാർ, പല രൂപത്തിൽ പല ഭാവത്തിൽ ഒക്കെ. ഈ സന്യാസിമാരുടെ കൂട്ടത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ ലക്ഷണം അനുസരിച്ച് ഒരേ ഒരാളെ ഉള്ളൂ. എന്താണ്? കാമ്യാണ കർമ്മണാന്യാസം, ശരീരം ആഗ്രഹിക്കുന്ന സുഖങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവൻ. ആരാണ് ഈ ശരീരം ആഗ്രഹിക്കുന്ന സുഖങ്ങൾ? ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണീസക്ത, വൃദ്ധസ്ഥാവൽ ചിന്താസക്ത. ഈ 3 ആസക്തി ഉപേക്ഷിക്കാത്തവൻ ആരുമില്ല, എല്ലാവരും ഉണ്ട്. ബാല്യത്തിൽ കളിച്ചു കിടക്കണം. തരുണസ്ഥാവൽ സ്ത്രീകളോടൊത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. വൃദ്ധസ്ഥാവൽ ശയനാസക്ത, ചിന്താസക്ത എന്ന് പറയുന്ന ആസക്തി ഉണ്ടാവും, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ് ബാലസ്ഥാവൽ ക്രീഡാസക്ത ഇല്ലായിരുന്നു. ബാല്യത്തിൽ കളിച്ചു കിടന്ന ഗുരുവിനെ എങ്ങും ആരും പറയുന്നില്ല. പകരം ക്ഷേത്രങ്ങളിലും ഭജനമഠങ്ങളിലും വിജന സ്ഥലങ്ങളിലുമൊക്കെ പോയിരുന്നുകൊണ്ട് ഈ പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയ സാരം തേടിയലഞ്ഞ ശ്രീനാരായണ ഗുരുദേവനെ നാട്ടുകാർ എന്ത് ചെയ്തു? പ്രത്യേകിച്ച് ഈഴവർ ഇരട്ടപ്പേരിട്ട് വിളിച്ചു. എന്തെന്ന്? ഇവനൊരു ഭക്തനാണ്. അതുകൊണ്ട് ആ കുട്ടിക്ക് അവരൊരു പേരിട്ടു, നാണുഭക്തൻ. കണ്ടോ, കളിച്ചു നടക്കുന്ന പ്രായത്തിൽ ഇരട്ടപ്പേര് വീണു, കളിക്കാത്തത് കൊണ്ട്. അതാണ് നാണുഭക്തൻ. അപ്പോ ആദ്യം എന്ത് ഉപേക്ഷിച്ചു? ക്രീഡ ഉപേക്ഷിച്ചു. തരുണസ്ഥാവൽ തരുണീസക്ത. യുവാവായി കഴിയുമ്പോൾ മനസ്സ് പതുക്കെ സ്ത്രീകളിലേക്ക് പോകും, സ്ത്രീകളുടെ മനസ്സ് പതുക്കെ ഇപ്പുറത്തേക്ക് വരും. ഇത് ശ്രീനാരായണ ഗുരുദേവനെ അന്യമാകാതിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാര്യം ഗുരു ആരായിരുന്നു? നല്ല മിടുക്കനായിരുന്നു. ഗുരുവിന്റെ ഛായാചിത്രമൊക്കെ ഇപ്പോൾ നമുക്ക് കാണുന്നത് എന്താണ്? ഫോട്ടോഗ്രാഫി ഉണ്ടായതിനു ശേഷം ഉണ്ടായതാണ്. 1900 ശേഷമാണ് ഗുരുവിന്റെ ചിത്രങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയത്. ഗുരുവിനെ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്രം, ഞാനവിടെ പ്രഭാഷണത്തിൽ ഇരുന്നപ്പോൾ ആ ഗുരുവിന്റെ ആ അതിമനോഹരമായിട്ടുള്ള ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഗുരു അവിടെ ചെന്നപ്പോ. അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ, അതിനു മുമ്പില്ല. 1888 ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നെയ്യാറിൽ നിന്ന് പൊങ്ങി വരുന്ന ആ ഗുരുവിന്റെ ഒരു ഫോട്ടോ ആരും എടുത്തിട്ടില്ല. കാര്യം ഫോട്ടോ ഇല്ലായിരുന്നു, ക്യാമറ ഇല്ലായിരുന്നു. അന്ന് വയസ്സ് 33. ഈ 32, 33 വയസ്സുള്ള ആ ഗുരുവല്ല ഈ നമ്മുടെ ഫോട്ടോകളിൽ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നത്. ആ 33 വയസ്സുള്ള ഗുരു ആരായിരിക്കണം? ചൈതന്യധന്യമായ നല്ല ഒന്നാമത്, നമ്മുടെ കുട്ടികൾ പറയുകയാണെങ്കിൽ നല്ല ഗ്ലാമർ താരമായിരുന്നു. ആരും നോക്കിപ്പോകും അല്ലെ? അത് വാങ്മയ ചിത്രമായി കുമാരനാശാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചെന്താർമങ്ങും മുഖം അല്ലെ, ചേതനാ നയനയുഗം ചാരു നെറ്റിത്തടം നൽ പൊങ്കാരൻ കാന്തിപൊങ്ങും ഒരു രോമാളിയാകുന്ന ഭൂമി ചന്തത്തിൽ ജാനുവോളം ഒരു വലിയ കരാബ്ജങ്ങൾ എന്ന്. ആ സമയത്ത് ഗുരുവിനെ നമ്മൾ ചിന്തിക്കുന്നത്. ചെന്താർ മങ്ങും മുഖം എന്ന് പറഞ്ഞതാവുന്നു. സുവർണ നക്ഷത്രം പോലും നാണിച്ച് മങ്ങിപ്പോകുന്നതിനേക്കാൾ തേജസ്സുള്ള മുഖം, ചുവന്ന് തുടുത്തിരുന്നു ആ മുഖം. ചേതനാനയനയുഗം, ചത്തമീനിന്റെ കണ്ണല്ല, ആരെ നോക്കിയാലും അവൻ വീഴുന്ന വശ്യമനോഹരമായ ആകർഷണ ശക്തിയുള്ള ചേതനയുള്ള കണ്ണുകൾ. അതാണ് ചേതനാനയനയുഗം ചാരു നെറ്റിത്തടം, മനോഹരമായ നെറ്റിത്തടം.
പൊന്താരിന്റെ കാന്തി പൊങ്ങുന്ന ഒരു പുരുഷന്റെ രോമാളി രോമങ്ങൾ അത് മുഴുവനും ശരീരത്തിൽ ഒരു രോമാളി ആകുന്ന ഭൂമി ചന്തത്തിൽ ജാനുവോളം വരുന്ന കരാബ്ജങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാൽമുട്ടുകളോളം നീണ്ടു കിടക്കുന്ന കൈകൾ. എനിക്ക് നല്ല പൊക്കമുണ്ട്, പക്ഷെ എൻ്റെ ഈ രണ്ട് കൈയും കാൽമുട്ടിന്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല. ഇങ്ങനെ കാൽമുട്ടിന്റെ പരിസരത്ത് രണ്ട് കൈകളുള്ള കോട്ടയംകാരും അറിയപ്പള്ളിക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരും, പൊന്നാട ഇട്ട് കൊടുക്കും ഞാൻ, വെല്ലുവിളിക്കുന്നു ഞാൻ. ഉണ്ടോ അങ്ങനെ? ആരും ഉണ്ടാവില്ല. കാരണം എന്താ? 99% പേർക്കും അങ്ങനെ ഇല്ല. പക്ഷെ ഈ 1% പേർക്കുണ്ട്. അവരാരാകുന്നു? സാമുദ്രിക ശാസ്ത്രമനുസരിച്ച് പുരുഷന്മാരല്ല, പുരുഷ കേസരികൾ എന്ന് ശാസ്ത്രം. കേസരിയിലാണ് ഈ ആശാൻ വർണ്ണിച്ചിരിക്കണേ. ചന്തത്തിൽ ജാനുവോളം വരുന്ന കരാബ്ജങ്ങളെന്ന്, കാൽമുട്ടുകളോളം കിടക്കുന്ന കൈകൾ. അങ്ങനെയുള്ള ഒരാളെ വയൽവാരത്തും ചെമ്പഴന്തിയിലും പരിസരത്തുള്ള സ്ത്രീജനങ്ങൾ നോക്കാതിരിക്കുമോ? ചിന്തിക്കണം. നോക്കിയിട്ടുണ്ട്, അവരാഗ്രഹിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു, ദൈവമേ, ആ നാണുവേട്ടനെ പോലൊരു ഭർത്താവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ, ആ നാണുവേട്ടൻ എന്നോടൊന്ന് നോക്കിയിരുന്നെങ്കിൽ, അദ്ദേഹം എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. നോക്കിയില്ല, ആവശ്യത്തേക്ക് ചിന്തിച്ചില്ല. വീട്ടുകാര് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, പെങ്ങള് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. എന്ന് പറഞ്ഞു, ആ ചുറ്റി സഞ്ചരിച്ച് അവധൂതനായി വന്ന ഗുരുവിനോട് പറഞ്ഞു, ഞാനാണു ഞങ്ങൾ നിനക്ക് ഒരു കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, നീ അറിയും പെണ്ണിനെ. പെണ്ണ് വന്ന് മുമ്പിൽ നിന്നു. ഒന്ന് ആരും നോക്കി പോകും. കാളിപ്പെണ്ണെന്ന് പറഞ്ഞ പേര് കാളി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതീവ സുന്ദരിയായിരുന്നു. ആ സൗന്ദര്യ ധാമം വന്ന് കാലിൽ തൊട്ട് നമസ്കരിച്ച് നാടുവേട്ട എന്ന് പറഞ്ഞപ്പോ, ഓരോ ജന്മത്തിനും ഓരോ ഉദ്ദേശമുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ രണ്ടാമത്തെ സുഖമാണ് ആര് ദൂരെ കളഞ്ഞത്? ശ്രീനാരായണ ഗുരുദേവൻ. തരുണസ്ഥാവൽ തരുണീസക്ത, വൃദ്ധസ്ഥാവൽ ചിന്താസക്ത. എവിടെയെങ്കിലും വാർദ്ധക്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കണം, വിശ്രമിക്കണം. പക്ഷെ വിശ്രമിച്ചോ? 1928 സമാധി. 1928 ഈ കോട്ടയം ജില്ലയിൽ വന്നില്ലേ? ഈ ശാഖയ്ക്കും ഇപ്പൊ ഇത് എത്രാമത്തെ ശാഖയും? ഗുരുവിന്റെ തൃക്കരങ്ങളാൽ വാങ്ങിയ സർട്ടിഫിക്കറ്റാണ് അല്ലേ? 1928 കാലഘട്ടത്തിലാണിത്. 1928 ആ കായൽ കടന്ന് ഞങ്ങളുടെ ചേർത്തലയിൽ വന്നിട്ട് കളവങ്കോടത്ത് കണ്ണാടിയിൽ ഓങ്കാരം പ്രതിഷ്ഠ നടത്തിയത്. അതേ വർഷം തന്നെയാണ് നേരെ അക്കരെ കടന്ന് വേമ്പനാട്ട് കായൽ കടന്ന് ഇക്കരെ വന്ന് ഉന്നലയിൽ പ്രതിഷ്ഠ നടത്തിയത്. അപ്പൊ സമാധി വരെ കർമ്മനിരതൻ, മൂന്നാമത്തെ സുഖവും ഉപേക്ഷിച്ചു. ഇങ്ങനെ ആരുണ്ട് ഈ ഭൂമിയിൽ? ലോകത്തെ ഏറ്റവും വലിയ സന്യാസി ശ്രീബുദ്ധനാണെന്നാ പറയുന്നത്. ശ്രീബുദ്ധനല്ല, ഇതിന്റെ പരിസരത്ത് പോലും വരത്തില്ല ശ്രീബുദ്ധൻ. കാരണം എന്താ? സന്യാസ ലക്ഷണങ്ങൾ പിഴച്ചുപോയ ആളാണ്. ചെറുപ്പത്തിൽ കളിച്ചു നടന്നു. ഈ രാജകുമാരൻ, സിദ്ധാർത്ഥ രാജകുമാരൻ, സുദ്ധോധന മഹാരാജാവിന്റെ ഈ മകൻ കളിച്ചു നടന്നു. യൗവനത്തിൽ കല്യാണം കഴിച്ചു യശോധര എന്ന് പറയുന്ന പെൺകുട്ടിയെ. അതിൽ രാഹുലൻ എന്നൊരു മകൻ ജനിച്ചു. അപ്പൊ ലക്ഷ്യം തെറ്റിക്കളഞ്ഞു. എന്നിട്ടാണ് അവസാനം എന്ത് ചെയ്തത്? ഒരു സുപ്രഭാതത്തിൽ പുള്ളി കൈവന്നിടേണ്ട നിർബന്ധ കിരീടവും ആവശ്യമില്ലെങ്കിൽ എനിക്കു സാമ്രാജ്യവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. അപ്പോ സന്യാസ ലക്ഷണത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന, ഭാരതീയ ദർശനം പറയുന്ന സന്യാസ ലക്ഷണത്തിൽ പിഴച്ചു നിൽക്കുന്ന ആളാണ് ശ്രീബുദ്ധൻ. സന്യാസ ലക്ഷണത്തിൽ വിശ്വവിജയിയായി നിൽക്കുന്നു ആര്? ഗുരു. പിന്നെ എങ്ങനെ ഗുരു വലിയ സന്യാസിയാകാതിരുന്നു? കാരണം ഈ രാജ്യത്തെ മുഴുവൻ നിയമങ്ങളും രാജസിംഹാസനങ്ങളും ചക്രവർത്തി പദങ്ങളും സിദ്ധാർത്ഥ രാജകുമാരന്റെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഗുരുവിന് മുൻപ് തന്നെ. മഹാനായ അശോകൻ, മഹാനായ ബിംബിസാരൻ, മഹാനായ കനിഷ്കൻ, ചന്ദ്രഗുപ്ത മൗര്യൻ, ഇവരുടെ എല്ലാം സാമ്രാജ്യം സിദ്ധാർത്ഥ രാജകുമാരനായ ശ്രീബുദ്ധൻ എന്ന സന്യാസിയോട് കടപ്പെട്ടിരുന്നു. അവരതുകൊണ്ട് ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. ഗുരുവിനെ പ്രചരിപ്പിക്കാൻ അധികാര സ്ഥാനങ്ങളും രാജസിംഹാസനങ്ങളും ചക്രവർത്തികളും ഇല്ലായിരുന്നു. അതാണ് ഒരു പോരായ്മ. ആ ഗുരുവാണ് ഈശ്വരനെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, വ്യവച്ഛേദ. അതാണ് ഗുരു പഠിപ്പിച്ച ദൈവം. എന്തൊക്കെയാണ് ഗുരു പഠിപ്പിച്ച ദൈവം? അതിലേക്ക് നമുക്ക് കിടക്കാം. അതാണ് വിഷയം. ദൈവം പഠിപ്പിച്ച ദൈവം നമുക്കായിട്ട് പഠിപ്പിച്ചു തരികയാണ്. എന്തൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്? നമ്മൾ ഇപ്പോഴും അറിയാതെ ചൊല്ലുക ആ പഴയ കാലഘട്ടത്തിലെ ദൈവമാണ്. ഇപ്പൊ ഗണപതി. ഈ ഗണപതിനെ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അമ്പലങ്ങളിലൊക്കെ ചെന്നാൽ ഗുരുദേവൻ എഴുതിയത് ഗണപതിനെ അല്ല, നമ്മുടെ ശാന്തിവാന് പോലും പ്രാർത്ഥിക്കുന്നത് അറിയാവോ? എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് ഏകദന്തം മഹാകായം ദത്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗണപതി ഹോമം. എവിടെയെങ്കിലും ഗുരുവിന്റെ മന്ത്രമാണോ എഴുതുന്നത്? ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എന്ന് പറഞ്ഞാൽ ഗണപതിയാകുമോ? എന്റെ ചോദ്യമാണ്. ഒരു ഗണപതി എന്താണെന്ന് നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? അത് ഗണപതിയുടെ ഗ്ലാമർ വർണ്ണന മാത്രമാണ്. ഏകദന്തം ഒരു കൊമ്പുള്ളവൻ, മഹാകായം വലിയ ശരീരമുള്ളവൻ,
അപ്പോ ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം, അഗ്നിയിൽ ചുട്ടുപഴുത്ത് കിടക്കുന്ന സ്വർണത്തിന്റെ നിറമുള്ളവൻ. കണ്ടോ, ശരീരവർണ്ണ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം, ലംബോദരം വലിയ വയറുള്ളവൻ, വിശാലാക്ഷം നല്ല വലിയ കണ്ണുകളുള്ളവൻ, വന്ദേഹം ഗണനായകം. ഇത്രയും കൊണ്ട് തീർന്നു. അപ്പൊ നമ്മുടെ കുട്ടികൾ ചോദിക്കും, ഇങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ലോകം മുഴുവൻ ആദ്യം നമിക്കുന്ന ഈ ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തത അവിടെ ഇല്ല. അതാണ് മതം പഠിപ്പിച്ചത്. എന്നാൽ ഗുരു ആരെ പഠിപ്പിച്ചു? നമ്മൾ ഗണപതിയെ പഠിപ്പിച്ചു. എങ്ങനെ? നമദ്ദേവവൃന്ദം ലസദ്വേദഗന്ധം ശിരശ്രീമതിന്ദും ശ്രുതശ്രീമുകുന്ദം ബൃഹച്ചാരുദുന്ദം സുതശ്രീശനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേഭീഷ്ടസന്തം. രണ്ട് രീതിയിലുള്ള ഗണപതിയാണ് നമ്മൾ കണ്ടത്. ഒന്ന് ഗുരുവിന് മുമ്പുള്ള മതം പഠിപ്പിച്ച ഏകദന്തം മഹാകായം എന്ന് പറയുന്ന ഗണപതി. ഗുരു പഠിപ്പിച്ചിരിക്കുന്നു ഗണപതിയെ ഭുജംഗപ്രയാതം എന്ന് പറയുന്ന വൃത്തത്തിലാണ്. ഭുജംഗപ്രയാതം എന്ന് പറയുന്നത് ഈ സർപ്പം പോകുന്ന രീതിയിൽ എഴുതാവുന്ന ഒരു വൃത്തം. സർപ്പം എങ്ങനെയാണ് പോകുന്നത്? പാമ്പുകൾ പോകുന്ന ഇഴയുമ്പോൾ ഇങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തല വെച്ചിട്ടാണ് പോകുന്നത്. ആ ഒരു രീതിക്കാണ് മനോഹരമായിട്ട് വിനായകാഷ്ടകം എഴുതിയത്. അതാണ് നമദ്ദേവവൃന്ദം ലസദ്വേദഗന്ധം ചിരശ്രീമതിന്ദും ശ്രുതശ്രീമുകുന്ദം. തല അവിടെ പോയി. ബൃഹച്ചാരുദുന്ദം അപ്പുറത്തേക്ക് പോയി. തുതശ്രീശനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേഭീഷ്ടസന്തം. കണ്ടോ, ഗണപതി എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കൃതിയാണത്. ഗുരുവിന്റെ പഠനം. നമദ്ദേവവൃന്ദം, എല്ലാ ദേവന്മാരും നമിക്കുന്ന മൂർത്തി. എന്തുകൊണ്ട്? രണ്ടാമത്തെ വരിയാണ് ഉത്തരം. ലസദ്വേദഗന്ധം. എന്താണ് വേദം എന്ന് പറഞ്ഞാൽ? അറിവ് എന്നാണ് അർത്ഥം. ഗന്ധം എന്ന് പറഞ്ഞാൽ മൂലം എന്നാണ് അർത്ഥം. എല്ലാ അറിവിന്റെയും മൂലാധാരമായതുകൊണ്ട് നമദ്ദേവവൃന്ദം. പിടിയിട്ടല്ലോ. ഗണപതിയെ ആദ്യമായി നമിക്കുന്നതിന് കാരണം എന്താവുന്നു? എല്ലാ വേദങ്ങളുടെയും അറിവ് ആയതുകൊണ്ട് എല്ലാ ദേവന്മാരും ആദ്യമായി ആരെ നമിക്കുന്നു? ഗണപതിയെ നമിക്കുന്നു. അപ്പോൾ അറിവിനെയാണ് അവിടെ നമിക്കുന്നത്. മനസ്സിലായല്ലോ? എന്തേ ഗണപതിയെ അറിവിന്റെ ദേവനാക്കുന്നത്? ഓംകാരം എന്ന് പറയുന്ന ആദിമ ശബ്ദത്തിന്റെ രൂപത്തിലിരിക്കുന്ന ഏകമൂർത്തിയാണ് ആര്? ഗണപതി. ഓം എന്നുള്ളത് എഴുതി നമ്മളിങ്ങനെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക എല്ലാവരും. ആ ഓം ഇങ്ങനെ വരുമ്പോ ആ ഓമിന്റെ രണ്ടാമത്തെ വരിക്ക് ഒരു വയറിനൊരു ചെറിയ തള്ളിച്ചയുണ്ട്. അതാണ് ലംബോദരന്റെ വയറെന്നങ്ങ് സങ്കല്പിക്കുക. ആ ഓമിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തുമ്പിക്കൈ പോലെ ഒരു ചാരക്കിടപ്പുണ്ട്. അതാണ് എന്ത്? തുമ്പിക്കൈ എന്ന് സങ്കല്പിക്കുക. മുകളിൽ ഒരു ചന്ദ്രനുണ്ട്, ആ നടുക്കൊരു ബിന്ദു ഉണ്ട്. ഓംകാരം എന്ന് പറയുന്ന അക്ഷരം, ആ അക്ഷരത്തിന്റെ രൂപത്തിലിരിക്കുന്ന ഒരേ ഒരു മൂർത്തി, അതാണ് ആര്? ഗണപതി. അതുകൊണ്ടാണ് ഗുരു എഴുതി വെച്ചത് നമദ്ദേവവൃന്ദം ലസദ്വേദഗന്ധം. എന്നിട്ട് മൂന്നാമത്തെ വരി അത്ഭുതം. ശിരശ്രീമദിന്ദും, ശിരസിൽ എന്റെ ഗണപതിക്ക് ആരുണ്ട്? ഇന്ദു ഉണ്ട്. ഇന്ദു എന്ന് പറഞ്ഞ എന്തർത്ഥം? ചന്ദ്രനുണ്ട്. ഓംകാരം എന്ന് പറയുന്ന അക്ഷരത്തിന്റെ മുകളിലും എന്തുണ്ട്? ചന്ദ്രനുണ്ട്. അതല്ലേ ചന്ദ്രകല? അപ്പോ നമദ്ദേവവൃന്ദം ലസദ്വേദഗന്ധം ശിരശ്രീമദിന്ദും ശ്രുതശ്രീ മുകുന്ദം. ആരും ഉപയോഗിക്കാത്തൊരു കാര്യമാണ്. എന്റെ ഈ ഗണപതിയുടെ മുമ്പിൽ സാക്ഷാൽ മഹാവിഷ്ണു മുകുന്ദൻ തന്റെ ഭാര്യയായ ശ്രീ ഐശ്വര്യ ലക്ഷ്മിയോടൊപ്പം വന്ന് നമസ്കരിക്കുന്നു. എല്ലാത്തിനും വലിയ ദേവനാണ്. ശൈവ വൈഷ്ണവങ്ങൾക്കിടന്ന് ഇടികൂടിയപ്പോ ഏറ്റവും വലിയ ദേവൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടപ്പോ ആ മഹാവിഷ്ണു കുടുംബസമേതം വന്ന് ഈ ഗണപതിയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു പറയാനുള്ള ധൈര്യം ആർക്കുണ്ടായിരുന്നു? ശ്രീനാരായണ ഗുരുദേവന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗുരു പറഞ്ഞത് ശ്രുതശ്രീ മുകുന്ദം ബൃഹച്ചാരുദുന്ദം. എന്റെ ഗണപതിക്ക് വലിയ വയറുണ്ട്, അത് ശരിയാണ്. ബൃഹച്ചാരുദുന്ദം സ്തുതശ്രീ സനന്ദം. എന്റെ ഗണപതിയുടെ മുമ്പിൽ സനന്ദൻ, സനത്കുമാരൻ, സനാതനൻ മുതലായ മഹർഷീശ്വരന്മാർ വന്ന് നമസ്കരിക്കുന്നു. ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാർ. ജഡാഹീന്ദ്രകുന്ദം, ജഡയിൽ അഹിയെ വെച്ചിരിക്കുന്നു എന്റെ ഗണപതി. കിരീടത്തിൽ അഹി, പാമ്പ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ വിജ്ഞാനത്തിന്റെ മുഖമായി ഗണപതിയെ അവിടെ അവതരിപ്പിച്ചു ആര്? ശ്രീനാരായണ ഗുരുദേവൻ. എന്തുകൊണ്ട് എല്ലാവരും ഗണപതിയെ നമിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുക. തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഈ കക്ഷി എന്താണ്? വല്ല പ്രശ്നക്കാരനാണ്. നാളത്തെ നമ്മുടെ മക്കൾ ചോദിക്കും, അമ്മ എന്തിനാണ് ഗണപതിനെ പൂജിക്കുന്നത്? അമ്മ പറയും തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ.
ഒരു വീടിന് കല്ലിട്ടാൽ ഗണപതി പൂജ, പെരവാസോലി വന്നാൽ ഗണപതി പൂജ, കല്യാണം വന്നാൽ ഗണപതി പൂജ, എല്ലാത്തിനും ഈ കക്ഷി ആദ്യമേ വിളിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? തടസ്സം ഉണ്ടാക്കുകയാണ്. ആ കക്ഷി ഭയങ്കര തടസ്സക്കാരനാണ്. ഉടനെ പുതിയ നമ്മുടെ ന്യൂ ജനറേഷൻ പറയും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഈ ഗണപതിയും അമ്മയെ ഒരു കൊട്ടേഷൻകാരനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയുന്ന ഒരു പണ്ടടിച്ചിരിക്കും. അപ്പം ചോദ്യം കേട്ടില്ലേ, ഈ തടസ്സം ഞാനെന്ത് പിഴച്ചു ഈ ഗണപതിയോട്? നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ചിന്തകൾ കാട് കയറി പോകാതിരിക്കാൻ 1 നൂറ്റാണ്ട് മുമ്പ് ഗുരു നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ട് നമ്മൾ പഠിക്കില്ല. എന്തുകൊണ്ടാണ് എല്ലാവരും ഗണപതി പൂജിക്കാൻ? കാരണം അറിവിന്റെ മൂലാധാരമായതുകൊണ്ട്. ഈ അറിവിന്റെ മൂലാധാരമായതുകൊണ്ടാണ് ആ ഗണപതിയെ കൊണ്ടുവന്ന് മുൻനിർത്തിക്കൊണ്ട് ശിവശതകം തുടങ്ങിയത് ശ്രീനാരായണ ഗുരുദേവൻ. എന്താ എഴുതി വെച്ചത്? അഴകൊടു ഭാരത യുദ്ധമദ്രിയിന്മേൽ മുഴുചെവിയൻ മുറികൊമ്പ് കൊണ്ടു മുന്നം എഴുതി നിറച്ച് എളിയോർ കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക. കണ്ടോ? ഗണപതിയെ വീണ്ടും കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്താ പറയുന്നത്? അഴകൊടു ഭാരത യുദ്ധം. ഭംഗിയോടുകൂടി മഹാഭാരത കഥ, അതാണ് ഭാരത യുദ്ധം. മഹാഭാരതത്തിലെ യുദ്ധകഥയാണ് മഹാഭാരതം. അതാണ് അഴകൊടു ഭാരത യുദ്ധം അദ്രിയിന്മേൽ. എവിടെയാണ് മഹാഭാരതം എഴുതി വെക്കപ്പെട്ടത് ആദ്യമായി എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഗുരുവിനെ പഠിക്കാതെ കൊടുക്കാനൊക്കത്തില്ല. ഗുരു പറയുകയാണ് അദ്രിയിന്മേൽ. അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം. എന്ത് പർവ്വതം? മഹാമേരു എന്ന് പറയുന്ന പർവ്വതത്തിന്റെ ഭിത്തിയിലാണ് ആദ്യമായി ശിലാലിഖിതമായിട്ട് എന്ത് വന്നത്? മഹാഭാരതം വന്നത്. ആര് പറഞ്ഞിട്ട്? വ്യാസൻ തന്റെ ആത്മകഥ എഴുതുവാൻ പറഞ്ഞത് ഗണപതിയോടാണ്. കാരണം എന്താ? ഗണപതിയോട് പറയാൻ വേറെ ദേവന്മാരില്ലായിരുന്നു. അറിവിന്റെ ആകാരമായിട്ടുള്ള ഗണപതിയല്ലാതെ മറ്റൊരാൾ വ്യാസന്റെ മുമ്പിൽ ഇല്ലായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അതുകൊണ്ടാണ് അഴകൊടു ഭാരത യുദ്ധം അദ്രിയിന്മേൽ മുഴുചെവിയൻ എന്ന് പറയുമ്പോൾ വലിയ ചെവിയുള്ളവൻ എന്നാണ് അർത്ഥമെങ്കിലും അതിനകത്തൊരു യുക്തിയുണ്ട്. എന്താണ്? വലിയൊരു കേൾവിക്കാരൻ. വലിയൊരു ചെവിയുള്ളവന് മാത്രമേ വലിയ കേൾവിക്കാരനാകാൻ പറ്റുകയുള്ളൂ. ഒരു നല്ല ശ്രോതാവിന് മാത്രമേ നല്ലൊരു പ്രാസംഗികനാകാൻ പറ്റുള്ളൂ. ഞാനിപ്പോഴും പോയി എവിടെയെങ്കിലും ആൾക്കാരിൽ നിന്ന് പ്രസംഗിക്കണമെങ്കിൽ പോരുത് കേൾക്കും. പലതും നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ നല്ലൊരു ശ്രോതാവാകണം നമ്മൾ. അതിന് ചെവികളൊക്കെ തുറന്നു വെച്ചിരിക്കണം. അപ്പോൾ അതാണ് ആ വലിയ ചെവി എന്ന് പറയുന്നതിന്റെ യുക്തി. വലിയ ചെവി 1,40,40,000-ഓളം വരുന്ന ശ്ലോകങ്ങൾ, അതിന്റെ കഥകൾ, ഉപകഥകളെല്ലാം ഒരു വ്യക്തിയിരുന്ന് പറഞ്ഞപ്പോ ചെവി വലുതാക്കിയിരുന്ന് കേട്ടു. അതുകൊണ്ടാണ് മുഴുചെവിയൻ. എന്തുകൊണ്ട് എഴുതി? മുറി കൊമ്പുകൊണ്ട്. അപ്പൊ എവിടെയാണ് മഹാഭാരതം എഴുതിയത്? എന്തുകൊണ്ടാണ് എഴുതിയത് എന്നുള്ളതിന്റെ ഉത്തരം വരികയാണ്. എഴുതപ്പെട്ടത് മഹാമേരുവിന്റെ പർവ്വതത്തിന്റെ ഭിത്തിയിൽ. എഴുതിയത് ഗണപതി. എന്തുകൊണ്ട് എഴുതി? മുറികൊമ്പ് കൊണ്ട്. അപ്പൊ ആരാണ് ഈ മുറികൊമ്പുണ്ടാക്കിയത്? കയ്യിലൊരു മുറികൊമ്പുണ്ട്. 1.5 കൊമ്പല്ലേ ഉള്ളൂ ഗണപതിക്ക്. ഈ അരക്കൊമ്പ് എങ്ങനെ ഉണ്ടായി? നമ്മൾ മക്കളോട് പറയുന്ന പഴത്തിലിടി വീണു ഉണ്ടാക്കിയ പൊട്ടൻ കഥകൾ കേട്ടോ. ആര് പഴത്തിലിടി വീണു? സുബ്രഹ്മണ്യനും ഗണപതി കൂടി മാമ്പഴത്തിലിടി വീണു മകനെ. അങ്ങനെ അവർ തമ്മിൽ ഇടിച്ചപ്പോ സുബ്രഹ്മണ്യന്റെ വെട്ടേറ്റാണ് എന്ത് പോയത്? ഗണപതിയുടെ ഈ കൊമ്പ് പോയത്. അങ്ങനെയല്ല, അതൊക്കെ ഉണ്ടാക്കപ്പെട്ട കഥകളാണ്. ഭാരതീയ ദർശനം 2 വഴിയിലാണ് സഞ്ചരിക്കുന്നത്. ഒന്ന് തത്വങ്ങളിലൂടെ പോകും, മറ്റൊന്ന് കഥകളിലൂടെ പോകും. നമ്മളെ ആദ്യം പഠിപ്പിക്കുന്ന കഥയാണ്. കാരണം എന്താ? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളതാണ് കഥകൾ എന്ന് പറയുന്നത്. അത് സത്യമല്ല, തത്വങ്ങളാണ് സത്യങ്ങൾ. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്, തത്വങ്ങളുള്ളിൽ ഉദയം ചെയ്തിരിക്കും പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിക്കണമെന്ന്. 500 കൊല്ലം മുമ്പ് എഴുതി വെച്ചതാ. സന്ധ്യക്കിരുന്ന് പലരും ചൊല്ലുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല. എവിടെയാണ്? തത്വങ്ങളുടെ അകത്താണ് ആരിരിക്കുന്നത്? പൊരുൾ സത്യമിരിക്കുന്നത്. അതിനുവേണ്ടി ഹേ മനുഷ്യ, നീ എന്ത് ചെയ്യണം? ഗുരുപദാന്തേ ഭജിക്കണം. അപ്പൊ ഗുരു എന്ത് ചെയ്യും? നിനക്ക് മുക്തിക്ക് തക്കൊരു ഉപദേശം തരും. നിനക്ക് ജനനമറ്റിയിടും അന്നവന് നാരായണായ നമ എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ തത്വങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓംകാരം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പ്രതിരൂപമാണ് ഗണപതി എന്നുള്ള തത്വം. കഥകളെല്ലാം നമ്മൾ വിടണം, അല്ലേ? അപ്പൊ 1.5 കൊമ്പിൽ അരക്കൊമ്പ് വന്നിരിക്കുന്നത് പല കഥകളുണ്ട്. പരശുരാമനുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് അരക്കൊമ്പ് വന്നത് എന്നൊക്കെ പറഞ്ഞ് പല പല കഥകളുണ്ട്. അതൊക്കെ വിട്ടുകളയുക. എന്നാലും ഗണപതിയുടെ കയ്യിലുള്ള അരക്കൊമ്പ് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മഹാഭാരതം എഴുതി. അതുകൊണ്ട് ഞാൻ ഗണപതിയെ നമസ്കരിക്കുന്നു. അതുകൊണ്ട് ഹേ കുട്ടികളെ, നിങ്ങൾ നമസ്കരിക്കണം ഈ മഹാസാഹിത്യകാരന്റെ മുമ്പിൽ എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചു വെച്ചത്. വിജ്ഞാനത്തിന്റെ മൂർത്തിയെ, മഹാഭാരതം എന്ന് പറയുന്ന മഹാ ഇതിഹാസം എഴുതിയ ഈ മഹാസാഹിത്യകാരനെ നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കണം എന്നാണ് ഗുരു പഠിപ്പിച്ചത്. അതാണ് ഗുരു പഠിപ്പിച്ച ദൈവം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം അദ്ദേഹം ഗണനായകം എന്നുള്ള രൂപഭംഗി പഠിച്ചിട്ട് ഇവിടെ നമുക്കൊരു നേട്ടവുമില്ല. പക്ഷേ നമദ്ദേവ വൃന്ദം രസഭേദഗന്ധം എന്ന് പഠിച്ചാൽ നേട്ടമുണ്ട്. അഴകൊട് ഭാരത യുദ്ധം അദ്രിയന്മേൽ മുഴുചെവിയൻ മുറികൊമ്പ് കൊണ്ട് മുന്നം എഴുതി നിറച്ച് എളിയോർക്കിണങ്ങി നിൽക്കും
മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാലും നമുക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത്. ഇതാണ് ഗുരുവിൽ നിന്നുള്ള ആ രണ്ട് തമ്മിലുള്ള വ്യത്യാസം. സരസ്വതി ദേവി, അടുത്തത് ആരാ? സരസ്വതി ദേവി വീണാവാണിയായ ദേവിയെ അല്ലെ വർണ്ണിക്കുകയാണ് നമ്മൾ. ദേവിയുടെ ഏറ്റവും മനോഹരമായ രൂപം കണ്ടത് മഹാസാഹിത്യകാരന്മാരാണ്. ദേവി ആദ്യമായിട്ട് സുന്ദര രൂപത്തിൽ കണ്ടത് കാളിദാസനാണ് അല്ലേ. ആ കാളിദാസൻ എഴുതിയാണ് പ്രസിദ്ധമായ ശ്യാമളാബന്ധകം എന്ന് പറയുന്ന കൃതി. മാണിക്യ വീണാം ഉപലാളയന്തിയും മദാലസാം മഞ്ജുള വാഗ്വിലാസാം മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗിയും അല്ലെ എന്നൊക്കെ പറഞ്ഞുള്ള മനോഹരമായിട്ടുള്ള ശ്യാമളാബന്ധകം എഴുതുന്ന കാളിദാസനാണ്. അതിനുശേഷം ആ സരസ്വതി ദേവി എന്തുകൊണ്ട് വിദ്യയുടെ ദേവതയായി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പ്രിയമുള്ളവരെ ശ്രീനാരായണ ഗുരുദേവനാണ്. എവിടെയാ വിദ്യയുടെ ദേവതയാകുന്നത്? എല്ലാ ദേവതമാരും ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ദേവതമാരുണ്ടല്ലോ. എന്തുകൊണ്ട് സരസ്വതി ദേവി വിദ്യയുടെ ദേവതയായി എന്നുള്ളതിന്റെ ഉത്തരം എഴുതിയത് ഗുരുദേവനാണ്. എന്താ അതിന്റെ ഉത്തരം? അരുമറനാലുമൊരിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണനു പങ്കു ചെയ്തു നൽകി പരമത് വള്ളുവർനാവിലും മൊഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. ഞാൻ വിദ്യയുടെ ദേവതയായിട്ട് ആരാധിക്കുന്നു. അതിന് കാരണം ഞാനിതാ പറയുകയാണ്. എന്താണ്? അരുമറനാലും ഒരിക്കലോതി മുന്നം. ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്ന് പുറത്തേക്ക് വന്നതാണ് അരുമറ എന്ന് പറഞ്ഞാൽ ഭംഗിയേറിയ വേദം. ആ വേദങ്ങൾ മുഴുവനും ബ്രഹ്മദേവൻ തന്റെ സഹധർമ്മിണിയായ സരസ്വതിയുടെ കയ്യിലേക്കാണ് കൊടുത്തത്. സരസ്വതി നിനക്കിതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കയ്യിൽ വെച്ചപ്പോ അത് കയ്യിൽ വെക്കാനുള്ളതല്ലെന്നും പലർക്കായിട്ട് കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണെന്നും മനസ്സിലാക്കിയ സരസ്വതി ദേവി എന്ത് ചെയ്തു? അത് പരമത് എന്താണ്? അരുമറനാലും ഒരിക്കലോതി മുന്നം. എന്നിട്ട് എന്ത് ചെയ്തു? കരിമുകിൽ വർണ്ണനു പങ്കു ചെയ്തു നൽകി. സരസ്വതി ദേവി അതെന്റെ പകുതി എടുത്ത് കരിമുകിൽ വർണ്ണന് കൊടുത്തു. കരിമുകിൽ വർണ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനല്ല, കൃഷ്ണദ്വൈപായനായ സാക്ഷാൽ വേദവ്യാസൻ. ആ വേദവ്യാസന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ വേദങ്ങൾ നീ ഒന്ന് ക്രോഡീകരിക്കുക. ഒന്നായി കിട്ടിയ ആ വേദത്തെ നാലായിട്ട് പകുത്തു വ്യാസൻ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ കൃഷ്ണദ്വൈപായനൻ പകുത്ത് സരസ്വതി ദേവിയുടെ മുമ്പിൽ തൊഴുതു നിന്നപ്പോ അലോകം മുഴുവനും ആ മനുഷ്യനൊരു ബിരുദം കൊടുത്തു. ആ ബിരുദമാണ് വേദങ്ങളെ രസിച്ചവൻ അഥവാ വേദവ്യാസൻ. സ്വന്തം അച്ഛനിട്ട കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന പേര് അവിടെ അവസാനിച്ചു. അറിവിന്റെ പേര് അവിടെ പുതിയതായിട്ട് ആ മനുഷ്യന്റെ മേൽ വന്നു വീണു. പിന്നെ ലോകം മുഴുവൻ വിളിച്ചത് വേദവ്യാസൻ എന്ന ഡിഗ്രിയാണ്, ബിരുദമാണ്. കണ്ടോ? അതാണ് അറിവിന്റെ വിദ്യയുടെ മഹത്വം. വിദ്യ കയറി വന്നു കഴിയുമ്പോൾ സ്വന്തം പേര് പോലും മാറിപ്പോയിട്ട് ആ വിദ്യ ഇതിന്റെ മുകളിലേക്ക് വരുന്നു. ആദ്യമായിട്ട് കിട്ടിയ അറിവിനെ ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ നിയുക്തയായി. അതുകൊണ്ടാണ് ആ ദേവി വിദ്യയുടെ ദേവതയായത്. ഇത് പഠിപ്പിച്ചതാരാ? ഗുരുദേവനാണ്. ഗുരുവിനെ പഠിക്കാത്തവർക്ക് ചോദിക്കും, നാളെ അവർ ചോദിക്കും, എന്തിനാണ് ഈ സരസ്വതി ദേവിനെ ഇങ്ങനെ വിദ്യയുടെ ദേവതയാക്കുന്നത് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെ പഠിക്കാത്ത ഒരാൾക്ക് ഉത്തരമില്ല. ഗുരു പഠിപ്പിച്ചു തന്നു. എന്താ കാര്യം? വേദങ്ങൾ കയ്യിൽ കിട്ടിയപ്പോ അത് സൂക്ഷിച്ചു വെക്കാതെ തലമുറകൾക്ക് പിന്നെ മനസ്സിലാകുന്നതിന് വേണ്ടി കൈമറിഞ്ഞു കൊടുക്കുന്നു. അന്ന് മുതലാണ് വിദ്യ ഇങ്ങനെ കൈമറിഞ്ഞ് പോകാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങളെ മറ്റുള്ളവരെ ചെന്ന് പഠിപ്പിക്കുന്നു. അതിങ്ങനെ അനവരതം അനുസ്യൂതമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തുടക്കം എവിടെ നിന്നായിരുന്നു? സരസ്വതി ദേവിയുടെ കയ്യിൽ നിന്നാണ്. രണ്ടാമത്തെ ആള് വ്യാസൻ. ബാക്കി മൂന്നാമതാര് വന്നു? പരമത് വള്ളുവർനാവിൽ. ദക്ഷിണേന്ത്യയിലെ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിന്റെ മഹാബിംബമായി നിൽക്കുന്ന ആചാര്യൻ വള്ളുവരുടെ നാവിലേക്കാണ് വഴിഞ്ഞതെന്ന് സധൈര്യം പ്രഖ്യാപിച്ചു ഗുരുദേവൻ. ഉത്തരേന്ത്യക്കാരുടെ നാവിലേക്കല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേവി ഞാനെന്ന് നമസ്കരിച്ചോട്ടെ. അപ്പോൾ അറിവിന്റെ ദേവതയാണ് സരസ്വതി എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ്. എന്താ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്? മതം പഠിപ്പിച്ച ദൈവത്തിൽ നിന്ന് ഗുരു പഠിപ്പിച്ച ദൈവത്തിലേക്കുണ്ടാകുന്ന ആ വ്യത്യാസം അല്ലേ. ശിവൻ ആരാണ്? നമുക്ക് ശിവൻ സംഹാരമൂർത്തിയാണ്. നമ്മൾ പലതും ആവശ്യമില്ലാത്തതൊക്കെ രചിച്ചു പാടുന്നത് ഈ ശിവനെ കുറിച്ചാണ്. എന്താണ് ശിവസങ്കല്പം എന്ന് ചോദിച്ചാൽ എന്താണ്? ഏറ്റവും മോശമായിട്ട് ചിത്രീകരിക്കുന്നത് നമ്മൾ ശിവനെയാണ്. ശിവക്ഷേത്രങ്ങളിലൊക്കെ ഇരുന്ന് പാടാറുള്ളൊരു പാട്ടുണ്ടല്ലോ, അമ്പലമില്ലാതെ ആൽത്തറയിൽ ഓങ്കാരമൂർത്തി കോച്ചിറയിൽ. നന്നായിട്ട് പാടുന്നുണ്ട്. ഭജന പാടുകയാണ് ഇരുന്നുണ്ടേ. ഇരുന്നുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പാടുകയാണ്, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ എന്നൊക്കെ പറഞ്ഞ് പാടും. നല്ല പാട്ടാണ്. പക്ഷെ അതിനകത്തൊരു വൃത്തികെട്ട പദം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് പൊളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. പാടുകയാണ് ഈ ഹിന്ദു എന്ന ജന്തു.
ആരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട്? മഹാദേവന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട്. അനവധി ശിവക്ഷേത്രങ്ങളിൽ നിന്നുകൊണ്ട് പാടുകയാണ്, കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ എന്ന് പറഞ്ഞ കുന്നിൻ മകളാരാ? ഭാര്യയായ പാർവതീദേവി. ആ ഭാര്യ അറിയാതെ ഗംഗാദേവിയുമായിട്ട് അവിഹിത ബന്ധം പുലർത്തുന്നു എന്നെഴുതി വെച്ച ഏതോ വിവരദോഷിയുടെ പാട്ടിരുന്നു കൊണ്ട് പാടുകയല്ലേ നമ്മൾ? ഈ ശിവനെ പഠിച്ചിട്ടാണോ ഈ പാടുന്നത്? ഞാൻ പട്ടണക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ പ്രഭാഷണം ഉണ്ടായിരുന്നു. ഈ ഭജന കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി വേലാൽ ഈ പാട്ട് ഇവിടെ പാടിപ്പോകുന്നു. എന്താ നിങ്ങൾ കരുതിയിരിക്കുന്ന? ശിവൻ ആരാ? എവിടെയാണ് ശിവന്റെ ഭാര്യയായി ഗംഗാദേവിയെ പറഞ്ഞിരിക്കുന്നത്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭഗീരഥൻ എന്ന് പറയുന്ന രാജാവിന്റെ പ്രയത്നത്തിന്റെ തപസ്സിന്റെ ഫലമായി തന്റെ പൂർവികർക്ക് എന്ത് ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി, അവർക്ക് മോക്ഷം കൊടുക്കുന്നതിന് വേണ്ടി, സുരലോക നദിയായ ഗംഗയെ താഴെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഭഗീരഥന്റെ തപസ്സിന്റെ പരിസമാപ്തിയിൽ ഗംഗ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയാണ്, ഗംഗ പറയുകയാണ്, ഭഗീരഥ രാജാവേ, ഞാൻ താഴേക്ക് വരാം, പക്ഷേ സ്വർഗലോകത്ത് നിന്ന് താഴേക്ക് ഞാൻ പതിക്കുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി ദുർബലയായ പാവപ്പെട്ട ഭൂമിക്കില്ല. അതിനെ താങ്ങി നിർത്താൻ മഹാദേവനായ ശ്രീ പരമേശ്വരന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നീ അദ്ദേഹത്തോട് എന്ന് പറയുക. ജഡ മുഴുവൻ അഴിച്ചിട്ട് ശ്രീ പരമേശ്വരൻ കൈലാസ പർവ്വതത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിന്നിട്ട് പറഞ്ഞു, ഗംഗേ നീ വരൂ എന്ന് പറഞ്ഞു. അത് വന്ന് തലയിൽ വന്ന് പതിച്ചപ്പോ അത് ജഡാമകുടത്തിൽ വീട് കെട്ടി പതുക്കെ ക്രമേണ ഒരു ടാങ്കിൽ നിന്ന് കെട്ടി നിർത്തപ്പെട്ട വെള്ളം ചെറിയ പൈപ്പിലൂടെ ഭൂമിക്ക് യാതൊരു കുഴപ്പമില്ലാതെ താഴേക്ക് പതിക്കുന്ന രീതിയിൽ അങ്ങനെ പോകുന്നതാണ് ഗംഗ. ആ ഗംഗയെ ശ്രീ പരമേശ്വരൻ എങ്ങും ഭാര്യയാക്കിയിട്ടില്ല. ആ ഗംഗയിൽ ശ്രീ പരമേശ്വരന് മക്കളുമില്ല. പിന്നെ എന്തിനാണ് ഗംഗയെ ഭാര്യയാക്കിയിട്ട് എഴുതിയത്? അത് നമ്മുടെ വിവരദോഷികളായ കവികളുടെ കാവ്യഭാവന മാത്രമാണ്. അതിന് ചൂട്ടുപിടിക്കേണ്ട ചുമതല ഒരാൾക്കില്ല. പിന്നെ ആരാണ് ശിവൻ? ആ ശിവൻ ആദിമ യോഗിയാണ്. ആ ശിവൻ ആദ്യത്തെ ഗുരുവാണ്, ആദ്യത്തെ അധ്യാപകനാണ്, സർവകലകളുടെയും കേന്ദ്രമാണ്, ദക്ഷിണാമൂർത്തിയാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ചിത്രം വടതരോർ മൂലെ വൃദ്ധാ ശിഷ്യ ഗുരു യുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യോസ്തു ഛിന്ന സംശയ എന്നാണ് ദക്ഷിണാമൂർത്തി സ്തവം. വടക്കേറ്റത്തിരുന്നു കൊണ്ട് തെക്കോട്ട് നോക്കി ഇരുന്നു കൊണ്ട് വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ പേരാലിന്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് വൃദ്ധന്മാരായ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന യുവാവാണ് ആ ഗുരു. എന്ന് പറഞ്ഞാൽ സനകൻ സനന്ദൻ മുതലായ സന്യാസി വര്യന്മാർക്ക് ആത്മോപദേശം പകർന്നു കൊടുക്കുന്ന മഹാജ്ഞാനിയായ ഒരു ഗുരുവിന്റെ ചിത്രമാണ് ശിവൻ. സനക സനന്ദ സനൽകുമാർ മുന്ന മുനിജനങ്ങളോട് ഉപദേശമോതി മുന്നം കനിവോട് തെക്ക് തിരിഞ്ഞ് കല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തിരയണമെന്ന് മലയാള പരിഭാഷ എഴുതി വെച്ചു. അതിന് ഗുരു. സനകനും സനന്ദനും പോലുള്ള മഹാമുനിമാർക്ക് തെക്കോട്ട് നോക്കിയിരുന്നു കൊണ്ട് ആത്മകഥകൾ ആത്മാംശങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുവര്യനാണ് എൻ്റെ ശിവൻ. ഇത് പഠിപ്പിച്ചതാരാ? ലോകത്തോട് ശ്രീനാരായണ ഗുരുദേവനാണ്. അതുകൊണ്ടാണ് തന്റെ പ്രതിഷ്ഠകൾ മുഴുവനും 95% പഠിപ്പിച്ചത്. എന്താ കാര്യം? ഗുരുവിനെയാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. ലോകത്തിന്റെ വിശ്വഗുരുവാണ് ശ്രീ പരമേശ്വരൻ, അധ്യാപകൻ, എല്ലാവരെയും പഠിപ്പിച്ച മഹാജ്ഞാനിവര്യൻ. ആ ജ്ഞാനിവര്യനാണ് ഈ ജ്ഞാനിവര്യനെ സ്നേഹിച്ചത്. അല്ലാതെ കുന്നിന്മകൾ അറിയാതെ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്ന മുക്കണ്ണനെ അവിടെ ഗുരു എങ്ങും പ്രതിഷ്ഠിച്ചിട്ടില്ല. അതൊക്കെ അബദ്ധജടിലങ്ങളാണ്, അബദ്ധജടിലങ്ങളായിട്ടുള്ള കാവ്യഭാവനകളാണ്. ആ ശിവനെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ശിവശങ്കര സർവ ശരണ്യ വിഭോ ഭവ സങ്കടനാശനവാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുവൻ ഭവ നാടകമാട് വരും പൊരുളെ. പദം പഠിപ്പിച്ച ശിവനെ അങ്ങ് മാറ്റി നിർത്തുക. ഗുരു പഠിപ്പിച്ച ശിവൻ സർവശരണ്യ വിഭോ സങ്കടനാശനവാഹി ശിവ, സങ്കടങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുന്ന ആളാണ്. കവി സന്തതി സന്തതവും തൊഴും, ഈ ലോകത്തുള്ള മുഴുവൻ കവികളും ഈ ശിവനെ തൊഴും. എന്താ കാര്യം അറിയാവോ? കാവ്യങ്ങൾ, നാട്യങ്ങൾ, നടനങ്ങൾ, സാഹിത്യം എല്ലാം ഉത്ഭവിച്ചത് ഈ ശിവനിൽ നിന്നാണ്. ശിവനെ കണ്ടാണ് നൃത്തം ഉണ്ടായത്. നൃത്തവും നാട്യവും. ശിവന്റെ നൃത്തത്തിന്റെ പേരാണ് താണ്ഡവം. പാർവതീദേവിയുടെ നൃത്തമാണ് ലാസ്യം. താണ്ഡവവും ലാസ്യവും സമഞ്ജസമായി സമ്മേളിക്കുന്നതാണ് എന്ത് നൃത്തം എന്ന് പറയുന്നത്. ആ നൃത്തം പോയി കണ്ടു ഒരു മനുഷ്യൻ. ആരാണ്? ഒരു മഹർഷി. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഭരതമുനി. ഈ ഭരതമുനി പോയി ഇത് കണ്ടപ്പോ താളിയോലയിലേക്ക് അദ്ദേഹം എഴുതി വെച്ചു. അങ്ങനെ അഭിനയ ദർപ്പണം, നാട്യശാസ്ത്രം എന്നീ കൃതികളൊക്കെ ഉണ്ടായി. ശിവന്റെ കണ്ണുകളും കാലുകളും കൈകളും ഒക്കെ ചലിക്കുന്നത് തന്റെ താളിയോലയിലേക്ക് എഴുതി വെച്ചതാണ്. നൃത്തത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്താണ്? യഥോ ഹസ്തസ്തോ ദൃഷ്ടി
യഥോ ദൃഷ്ടിസ്തോ മനഃ, യഥോ മനസ്തോ ഭാവ, യഥോ ഭാവസ്തോ രസ എന്ന്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? എല്ലാ നൃത്തം പഠിക്കുന്ന കുട്ടികൾക്കും ബാലപാഠമാണിത്. യഥോ ഹസ്തസ്തോ ദൃഷ്ടി, എവിടെ കൈകളുണ്ടോ അവിടെ എന്ത് പോകുന്നു? കണ്ണുകൾ പോകുന്നു. അതാണ് യഥോ ഹസ്ത സ്തോ ദൃഷ്ടി. യഥോ ദൃഷ്ടിസ്തോ മനഃ, എവിടെ ദൃഷ്ടി പോകുന്നു അവിടെ മനസ്സ് പോകുന്നു. യഥോ മനസ്തോ ഭാവ, എവിടെ മനസ്സ് പോകുന്നുവോ അവിടെ ഭാവം പോകുന്നു. യഥോ ഭാവസ്തോ രസ, എവിടെ ഭാവമുണ്ടോ അവിടെ നവരസങ്ങളും വിരിയുന്നു. ഇത് എഴുതി വെച്ചതാണ് ഭരതൻ. ഭരതൻ എന്ന ആ മഹർഷീശ്വരൻ അഭിനയം എന്തെന്ന് ലോകത്തെ പഠിപ്പിച്ചപ്പോ ഭാരതത്തിലെ ഗവൺമെന്റ് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൊടുത്തത് ഈ മഹർഷിയുടെ പേരിലാണ്. അതാണ് ഭരത് അവാർഡ്. എത്ര പേർക്കറിയാം? ആദ്യമായിട്ട് ആ ഭരത് അവാർഡ് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ക്രിസ്ത്യാനിയാണ് കേരളത്തിലേക്ക്. അദ്ദേഹത്തിന്റെ പേരാണ് PJ ആന്റണി. മുസൽമാനായ മമ്മൂട്ടി മേടിച്ചു. ഇപ്പൊ ജാതി മതങ്ങളല്ല, ഭാരതത്തിന്റെ പൈതൃകമാണ്. ഒന്ന് നോക്കൂ, ഭരത് അവാർഡ് മോഹൻലാൽ വാങ്ങിച്ചു, സുരേഷ് ഗോപി വാങ്ങിച്ചു, സലീം കുമാർ വാങ്ങിച്ചു. കണ്ടോ, ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ഭരത്. ഏത് ഭരതരാജാണ് നിങ്ങളുടെ വിചാരം? ഈ ഭരതമുനിയാണ്. ഈ ഭരതമുനി എന്ന് പറയുന്ന ആ ഭരത് അവാർഡിന്റെ ഉപജ്ഞാതാവ് ആരിൽ നിന്നാണ് കാവ്യം പഠിച്ചത് നോക്കൂ. ഇത് എഴുതാൻ പഠിച്ചത് എവിടുന്ന? ശിവനിൽ നിന്നാണ്. ശിവൻ നൃത്തം ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ഭരതമുനിയില്ല. ശിവനെന്ന് താണ്ഡവമില്ലായിരുന്നെങ്കിൽ ഭരതമുനിയില്ല. പാർവതീദേവിയുടെ ലാസ്യമില്ലായിരുന്നെങ്കിൽ ഭരതമുനിയില്ല. അപ്പൊ അതിന് കാരണമാണ് ആര്? എന്റെ ശിവൻ എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗുരുദേവനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ വിക്രമൻ, ഏറ്റവും വലിയ എന്താകുന്നു സ്ത്രീലമ്പടൻ എന്നൊക്കെ പറയുന്ന ആളാണ് രാവണൻ. ഈ രാവണൻ പോയി ശിവനെ കാണുന്നതിന് വേണ്ടി ചെന്നപ്പോ കാവ്യഭാവന വഴിഞ്ഞൊഴുകി രാവണൻ കവിയായി മാറുകയാണ്. അവിടെ ചെന്നപ്പോ ശിവന്റെ താണ്ഡവം നടക്കുന്നു. ആ താണ്ഡവത്തിന് താളമേളമായി പശ്ചാത്തല സംഗീതമായി നന്ദികേശ്വരൻ ഒരു പെരുമ്പറയിൽ ഒച്ചെടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ് ധഗ 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 എന്നുള്ള ഒച്ച. ആ ഒച്ച, ആ ശബ്ദത്തിനനുസരിച്ചാണ് ശിവന്റെ കാൽപാദങ്ങൾ ഭൂമിയിൽ പതിയുന്നതെന്ന് മനസ്സിലാക്കിയ രാവണൻ പറഞ്ഞു, തന്നെത്താൻ പറഞ്ഞു, എന്റെ ഭഗവാന്, ഈ ലോകത്ത് രാവണൻ എന്ന് പറയുന്ന വ്യക്തി ആകെ ഒരാളെ ആദരിക്കുള്ളായിരുന്നു. അതാരെയാണ്? ശിവനെ. ചൂതോട് ചതുരംഗവും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും അല്ലെ, 4 വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ സ്വയം പഠിച്ച ആളാണ് ഈ രാവണൻ എന്ന് ഓർക്കണം. വീണാ വേണു മൃദംഗങ്ങളായിട്ടുള്ള മുഴുവൻ എന്താ പറയുക വാദ്യോപകരണങ്ങളും വായിക്കുന്ന മഹാനായ കലാകാരനായിരുന്നു ഈ രാവണൻ. മഹാബ്രഹ്മജ്ഞൻ, ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ തനിരൂപമാണ് രാവണൻ. അതാണ് 10 തല എന്ന് പറഞ്ഞാൽ 10 പേരുടെ ബുദ്ധി എന്നാണ് അർത്ഥം. 20 കൈ എന്ന് പറഞ്ഞാൽ 10 പേരുടെ ശക്തി എന്നാണ് അർത്ഥം. 2 കൈകൾ ഒരാൾക്കുണ്ട്. അങ്ങനെ 10 പേര് കൂടുമ്പോൾ 12 20. 10 പേരുടെ ബുദ്ധിയും ശക്തിയുമുള്ള രാവണൻ ആരായിരുന്നു? നിസ്സാരനായിരുന്നില്ല. ആ രാവണനോട് ചെന്നപ്പോ ആ പശ്ചാത്തല സംഗീതത്തിന്റെ അടിസ്ഥാനത്തിൽ രാവണൻ അവിടെ വെച്ച് താളിയോലയിൽ തന്റെ സ്വർണ്ണ നാരായം കൊണ്ട് എഴുതിയതാണ് ശിവതാണ്ഡവ സ്തോത്രം. ശിവനെ കണ്ടുകൊണ്ട് എന്താ എഴുതിയത്? പശ്ചാത്തല സംഗീതം നോക്കൂ, ധഗ ധഗ ധഗ. ആ ഒരു ശബ്ദത്തിന്റെ രൂപത്തിൽ എഴുതിയതാണ്. ജടാഗടാക സംഭ്രമ ഭ്രമം നിലിംബ നിർദ്ധരി വിലോല വീജി വല്ലരി വിരാജമാന മൂർധരി. കണ്ടോ? ധഗ ധഗ ധഗ. നന്ദികേശ്വരൻ ശബ്ദം എഴുതുന്നു. രാമൻ എഴുതുകയാണ് ജടാഗടാക സംഭ്രമ ഭ്രമം നിലിംബ നിർദ്ധരി വിലോല വീജി വല്ലരി വിരാജമാന മൂർധരി. ധഗ 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 ജ്വലല്ലലാട പട്ടപാവകേ കിശോര ചന്ദ്രശേഖരേ രതി പ്രദക്ഷിണം മമ. രാവണന്റെ എഴുത്താണ്. ഈ എഴുത്തിന് തുല്യമായി ലോകത്തിൽ ആർക്കും എഴുതാൻ സാധിച്ചിട്ടില്ല. ആരെ കണ്ട്? ശിവനെ കണ്ട്. ആ ശിവനാണ് കാവ്യഭാവങ്ങളുടെ പ്രതീകം. അതുകൊണ്ടാണ് ഗുരു എഴുതി വെച്ചത്, കവി സന്തതി സന്തതവും തൊഴുന്ന നടനമാടുന്ന നീ, ലോകം മുഴുവൻ നടനമാടുന്ന നീ. നീ പ്രപഞ്ചം മുഴുവൻ നടനമാടുകയാണ്. നിന്നെ ഞാൻ അറിയുന്നുണ്ട്, ഞാനെന്നല്ല നിങ്ങളും അറിയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശിവന്റെ സാന്നിധ്യം ആ ഗുരു നമുക്ക് പഠിപ്പിക്കുന്നു. ഗളമുണ്ടു കറുത്തത് നീ ഗരളം, കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ, കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽക്ക് അളവുണ്ട് ഒരു സീമതിനക്കുലഹി. നിന്റെ കഴുത്ത് കറുത്തിരിക്കുകയാണ്, പക്ഷെ ഞാനെന്ന് നിന്നെ കൃപാനിധി എന്ന് വിളിച്ചോട്ടെ എന്ന്. ഗുരു ആരെങ്കിലും സ്നേഹത്തോടെ വിളിച്ചെങ്കിൽ അതിന് അർത്ഥമുണ്ട്, ആ അർത്ഥത്തിന് വ്യാപ്തിയുണ്ട്, കാരണമുണ്ടായിരുന്നു. ഇളമുണ്ടു കറുത്തതു നീ ഗരളം, കളമുണ്ടതു കൊണ്ട്. നിന്റെ കഴുത്ത് ഗളം കറുത്തിരിക്കുന്നു. അതെന്തുകൊണ്ട് കറുത്തു? നിന്നൊക്കെ ചായം തേച്ചതല്ല, പകരം നീ എന്ത് ചെയ്തു? ഗരളത്തിന്റെ കളമുണ്ടു. ഗരളം എന്ന് പറഞ്ഞാൽ സർപ്പം, കളം എന്ന് പറഞ്ഞാൽ വിഷം. സർപ്പത്തിന്റെ വിഷമെടുത്ത് നീ ഭക്ഷിച്ചു,
ഞങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ഹേ മഹാദേവ, നിന്നെ ഞാനൊന്ന് വിളിച്ചോട്ടെ കൃപാനിധിയെ. കേട്ടോ, ഗുരു ഒരാളെ കൃപാനിധി എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട്. എന്താ കാര്യം? ഈ ഭൂമി മുഴുവൻ തകർന്നു പോകുന്ന ഹലാഹലം എന്ന് പറയുന്ന വിഷം വാസുകിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ദേവന്മാരെല്ലാവരും ഓടി സുരക്ഷിത സ്ഥാനത്ത് ചെന്നു, മഹാവിഷ്ണു അടക്കം. എന്നിട്ട് എല്ലാവരും കൂടി നോക്കിയിരുന്നു, ഭൂമിയിൽ ചെന്ന് വീഴും, മനുഷ്യരൊക്കെ മരിക്കും. മനുഷ്യരെ, സുരന്മാരല്ലാത്തവർ അസുരന്മാരെന്ന് പറയും. ആ കൂട്ടത്തിൽ രാക്ഷസന്മാർ മാത്രമല്ല, നമ്മളും പെടും. ഇവരെല്ലാം മരിക്കുന്ന രംഗം കാണുന്നതിന് വേണ്ടി സകല ദേവന്മാരും അങ്ങോട്ട് മാറി നിന്നപ്പോ ഒരാള് മാത്രം അവരുടെ കൂടെ താഴേക്ക് ഇറങ്ങി വന്നു ഭൂമിയിലേക്ക്. എടാ ഹലാഹലം സ്വന്തം കയ്യിലേക്ക് ഏറ്റുവാങ്ങി, ഒരു തുള്ളി പോലും താഴേക്ക് പോകാതെ നീ അതെടുത്ത് ഭക്ഷിച്ചു, ഞങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടി, ഈ പ്രപഞ്ചത്തിന് വേണ്ടി. അതുകൊണ്ട് ഹേ മഹാദേവ, നിന്നെ ഞാനൊന്ന് വിളിച്ചോട്ടെ കൃപാനിധിയെ. കണ്ടോ, ആരെഴുതും ഇങ്ങനത്തെ എഴുത്ത്? എന്തുകൊണ്ട് കൃപാനിധി? ഗരളം കളമുണ്ടതുകൊണ്ട് കൃപാനിധി. ഇളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ. ആ വിഷത്തിന്റെ നിറം ഏറ്റുവാങ്ങി കടൽ. ആ കടലിന് അളന്നെടുക്കാം. ഭൂമിയിൽ എത്ര കടലുണ്ടെന്ന് പറഞ്ഞാൽ അത് അളന്നെടുക്കാം. പക്ഷേ ഭഗവാനെ, സീമ നിനക്കുനഹി, നിനക്കെന്തില്ല? സീമയില്ല, അതിരില്ല, അളവില്ല. നിന്നെ പഠിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന്. ഈ ശിവനെ ഞാൻ സ്പർശിച്ചു കാണുന്നു. എങ്ങനെ? അവനിയിൽ 5 രൂപപ്പിൽ 4, അഗ്നിക്കിവയൊരു 3 2 കാറ്റിൽ വാരി, തവപടി 1 തഴച്ചെഴുന്നു കൺമാൻ, എവിടെയുമുണ്ട് നിറഞ്ഞു നിന്നിടുന്നു. ഒരു എഴുതി വെച്ചിരിക്കുകയാണ്. ശിവനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. എങ്ങനെ? അവനിയിൽ 5. അവനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭൂമി. ഭൂമിയിൽ 5ആയി ഹേ ഭഗവാനെ ഞാൻ നിന്നെ കാണുന്നു. ഏതൊക്കെയാണ് 5? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇത് 5 കൊണ്ടോ ഈ ഭൂമിയിൽ? ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, രസമുണ്ട്, ഗന്ധമുണ്ട്. ഇത് ശിവനാണ്. ഇത് 5ഉം അനുഭവിക്കുമ്പോൾ ഞാൻ നിന്നെ പഠിക്കുന്നു. അതാണ് അവനിയിൽ 5. അപ്പിൽ 4. അപ്പെന്ന് പറഞ്ഞാൽ ജലം. അതിൽ നീ 4, ഒരെണ്ണം കുറയുന്നു. ഏതൊക്കെയാണ്? ശബ്ദം, സ്പർശം, രൂപം, രസം. 5ാമത്തെ സാധനം എന്തിനില്ല? വെള്ളത്തിനില്ല. ഏതാ ഇല്ലാത്തത്? ഗന്ധം. വെള്ളത്തിന് ഗന്ധമുണ്ടോ? വെള്ളത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഗന്ധം. അല്ലാതെ വെള്ളം ഉത്ഭവിക്കുന്ന പാടിൽ പ്രത്യേകിച്ച് ഒരു ഗന്ധവും ഇല്ല. ചെമ്മീ കമ്പനിയുടെ അരികിൽ കൂടി ഒഴുകുന്ന പുഴയ്ക്ക് ആ വെള്ളത്തിന് ചെമ്മീ കമ്പനിയുടെ മണം, അല്ലാതെ വെള്ളത്തിനല്ല, നമ്മൾ ചേർത്ത് കൊടുക്കുന്ന. അപ്പൊ വെള്ളത്തിന് ഗന്ധമില്ല. അവിടെ 4ആയി ഞാൻ നിന്നെ കാണുന്നു. അഗ്നിക്ക് ഇവയൊരു 3. അഗ്നിയിൽ ഞാൻ കാണുന്നത് നിന്നെ 3ആയിട്ടാണ്. ഏതൊക്കെ? ശബ്ദം, സ്പർശം, രൂപം. രസവും ഗന്ധവും ആർക്കില്ല? അഗ്നിക്കില്ല. അതാ നിന്നെ 3ആയിട്ട് കാണുന്നു. കാറ്റിൽ 2. കാറ്റിൽ വരുമ്പോൾ അത് 2ആണ് ഹേ മഹാദേവ. എന്തൊക്കെയാണ്? ശബ്ദവും സ്പർശവും. കാറ്റ് വരുമ്പോൾ ശബ്ദം കേൾക്കാം, അല്ലേ? ഒരു വലിയ കൊടുങ്കാറ്റ് എവിടെന്നെങ്കിലും വന്നു കഴിയുമ്പോൾ ഒരു എരമ്പൽ ശബ്ദമുണ്ട് കാറ്റിന്. അത് വന്ന് നമ്മുടെ ശരീരത്തിൽ തൊടുമ്പോൾ സ്പർശമുണ്ട്, പക്ഷേ നമുക്ക് രൂപമില്ല, രസമില്ല, ഗന്ധമില്ല. പക്ഷേ ഭഗവാനെ, ഇങ്ങനെ ഞാൻ കണ്ട് കാറ്റിൽ വരെ ചെന്നിട്ട് ആകാശത്തിലേക്ക് നോക്കിയപ്പോ ഭഗവാനെ, തവ വടി 1. നിന്നെ ഞാൻ എന്തായിട്ട് കാണുന്നു? 1ആയിട്ട് കാണുന്നു. ഏകനായ ദൈവം. ഉണ്ടോ? ഗുരു പഠിപ്പിച്ചു തന്നിരിക്കുകയല്ലേ. മതം എവിടെ പഠിപ്പിച്ചു തന്നു നമ്മളെ? ഈ ശിവനെ മതമെങ്ങും പഠിപ്പിച്ചു തന്നില്ല. പഠിപ്പിച്ചു തന്നാരാവുന്നു? ഈ ഗുരുവാണ്. ദക്ഷിണാമൂർത്തിയായ, യോഗീശ്വരനായ, അധ്യാപകനായ ഗുരുവിനെ കൊണ്ടുവന്ന് നമുക്ക് പകർന്നു തന്നിട്ട് തൻ്റെ പ്രതിഷ്ഠകളിൽ ഉടനീളം ആ ഗുരുവാകുന്ന ശിവനെയാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. എല്ലായിടത്തും 99% സുബ്രഹ്മണ്യൻ. ഷടാനനം കുങ്കുമ രക്തവർണം മഹാമതിം ദിവ്യ മയൂരവാഹനം രുദ്രസ്യ ശൂലം സുരസൈന്യനാഥം ഗുഹം സദാ പ്രണാമം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എന്താണ് അതിനർത്ഥം? ഷടാനനം 6 മുഖമുണ്ട്. കുങ്കുമ രക്തവർണം, കുങ്കുമ രക്തത്തിന് തുല്യമായിട്ടുള്ള വർണ്ണം. മഹാമതി, നല്ല ബുദ്ധിമാനാണ്. ദിവ്യ മയൂരവാഹനം, ദിവ്യമായിട്ടുള്ള മയിലിന്റെ പുറത്ത് പോകുന്നവനാണ് നീ. രുദ്രസ്യ ശൂനം, രുദ്രന്റെ മകനാണ്. സുരസൈന്യനാഥം, ദേവന്മാരുടെ സൈന്യത്തിന്റെ നാഥനാണ്. ഇത്രയും പഠിപ്പിച്ച് മതം അവിടെ നിന്നു സുബ്രഹ്മണ്യനെ. പക്ഷെ ഗുരു സുബ്രഹ്മണ്യനെ പഠിപ്പിച്ചപ്പോൾ മാറ്റം വന്നു. വെയിലും നിലാവും വിഴുങ്ങി
കനലൊളി ചിതറും കാലുമൂന്നി പിടിച്ച മയിലിന്മേൽ ആടുമുണ്ണി മറയരുത് മനോമൗന വീട്ടിൻ വിളക്കേ. കണ്ടോ, നീ മൗന വീട്ടിന്റെ വിളക്കാണ് നീ. വെയിലും നിലാവും മെഴുകി ഞാനിവിടെ നിൽക്കുകയാണ്. റെയിലിൻ വേഗം ജയിക്കും ജരനര മുതലാം മൂഢരും ജാലുമായി ജയിലിൽ പാർപ്പാഞ്ഞരുക്കം ജപമൈവരമൻ ചിൽസുഖം നൽകിടേണം. സുബ്രഹ്മണ്യനോട് ഗുരു അർത്ഥിക്കുകയാണ്. വെയിലും നിലാവും വിഴുങ്ങി കനലൊളി നടുവിൽ കാലുമൂന്നിപ്പിടിച്ച് ഈ ലോകമാകുന്ന കനല് നിറഞ്ഞ ഈ ലോകത്തിന്റെ മുമ്പിൽ സുഖവും ദുഃഖവും ഏറ്റുവാങ്ങി ഞാൻ നിൽക്കുന്നു. അതാണ് വെയിലും നിലാവും, സുഖവും ദുഃഖവും. അതുമായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. നീ ആരായിരിക്കണം? മയിലിന്മേൽ ആടി നിൽക്കുന്ന ഉണ്ണി, എന്റെ മുമ്പിൽ നിന്ന് നീ മറയരുത്. നീ ആരാണ് എനിക്ക്? റെയിലിൻ വേഗം ജയിക്കും. ആ ഒരു കൃതി എഴുതിയപ്പോ ശ്രീനാരായണ ഗുരുദേവൻ ഇംഗ്ലീഷ് ഭാഷ പോലും കടമെടുത്തു. അറിയാവോ? സുബ്രഹ്മണ്യ കീർത്തനം എഴുതിയപ്പോ ഗുരുദേവൻ ഇംഗ്ലീഷ് എഴുതി. അതാണ് റെയില്. എന്താ റെയില്? ഗുരു ഏത് കാലഘട്ടത്തിലാണോ ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങളൊക്കെ പഠിച്ചിട്ട് ആ കാലഘട്ടത്തിലെ ഏറ്റവും വേഗതയേറിയ വാഹനമായിരുന്നു ട്രെയിൻ. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. ഡൽഹൌസി പ്രഭു ട്രെയിൻ കൊണ്ടുവരുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഭൂമിയിൽ സശരീരനായി ഇരിക്കുകയാണ്. അപ്പൊ ഏറ്റവും വേഗത കൂടിയ വാഹനമാണെന്ന് എന്ത്? ട്രെയിൻ. അതുകൊണ്ട് എഴുതി വെച്ചു, റെയിലിൻ വേഗം ജയിക്കും. ട്രെയിനിനേക്കാളും വേഗതയിൽ എന്റെ ശരീരത്തിലേക്ക് ആര് കടന്നു വരികയാണെന്ന്? സുബ്രഹ്മണ്യ. ജരനര മുതലാം മൂഢർ. എന്റെ ശരീരത്തിലേക്ക് ആര് വരികയാണ്? വാർദ്ധക്യവും രോഗവും ഒക്കെ കടന്നു വരികയാണ്. ആരെക്കാളും വേഗത്തിൽ? ട്രെയിനിനേക്കാളും വേഗത്തിൽ. അങ്ങനെയുള്ള ഈ ജയിലിൽ പാർപ്പാൻ, ഈ ജയിൽ എന്ന് പറയുന്ന ലോകം, ഈ ലോകത്തിൽ ജീവിക്കാൻ വളരെ ദുസ്സഹമായിട്ടുണ്ട്. പക്ഷേ നീ എനിക്ക് അതിൻ്റെ കിച്ചിൽ സുഖം തരണം, മനസ്സുഖം നീ നൽകിയാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. സുബ്രഹ്മണ്യനോട് ഇത്രയ്ക്കധികം സൗഹൃദവും സ്നേഹവും ആരാധനയും ഗുരുവിനുണ്ടാകാൻ കാരണം എന്തെന്നറിയാവോ? ഗുരുവിന്റെ മുമ്പിലെ അറിവിന്റെ പ്രതിരൂപമായിരുന്നു സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? നല്ല ബ്രഹ്മണ്യമുള്ളവൻ എന്നാണ്. ബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്നാണ് അർത്ഥം, അറിവെന്നാണ് അർത്ഥം. അത് ഏറ്റവും നല്ല അറിവുള്ളവൻ. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ബിരുദാനന്തര ബിരുദധാരിയാണ് ശ്രീ പരമേശ്വരന്റെ വിജ്ഞാനത്തിന്റെ ഈ പുത്രൻ. അതുകൊണ്ട് മറ്റേത് ദേവന്മാരെക്കാളും കൂടുതൽ വാത്സല്യവും സ്നേഹവും സൗഹൃദവും ആരോടായിരുന്നു? സുബ്രഹ്മണ്യനോടായിരുന്നു. തന്റെ മനസ്സിലെ ചിന്തകൾ പറയാൻ. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ 9 കാര്യങ്ങളിൽ അവസാനം 2 കാര്യങ്ങളുണ്ട്: സഖ്യവും ആത്മനിവേദനവും. ശ്രവണം, കീർത്തന, സ്മരണം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ് സഖ്യം, ആത്മനിവേദനം. സഖ്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ട് കൂട്ടുകാരാകുക, സുഹൃത്താകുക, സഖാവാകുക എന്നർത്ഥം. നമ്മളെ കൊണ്ട് സാധ്യമല്ല. യുഗപുരുഷന്മാർക്ക് സാധിക്കും. അവരുടെ കൺമുമ്പിലേക്ക് അവർ ഈശ്വരന്മാരെ വിളിച്ചു വരുത്തും, എന്നിട്ട് അവരുമായിട്ട് ഇരുന്നുകൊണ്ട് സംസാരിക്കും. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യനുമായിട്ട് സംവദിച്ചുകൊണ്ട് എഴുതിയതാണ് ഗുരുവിന്റെ സുബ്രഹ്മണ്യ കീർത്തനങ്ങളും സുബ്രഹ്മണ്യനെ കുറിച്ചുള്ള സകല കൃതികളും. അറിവിന്റെ കേദാരമായ ഈ പുത്രനെ ഏറ്റവും അധികം ഉപാസിക്കുകയും തന്റെ അരികിലേക്ക് ആവാഹിക്കുകയും എന്നിട്ട് പരസ്പരം സംവദിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തുകൊണ്ട് എഴുതി എന്നാണ് നിരൂപകരെല്ലാം പറയുന്നത്. കാര്യം ഗുരുവിന്റെ മുമ്പിൽ സുബ്രഹ്മണ്യം വന്ന് കസേരയിലങ്ങി ഇരുന്നു കൊടുത്തു. അതുകൊണ്ടാണ് മാനസിക വ്യാപാരങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തന്റെ ബുദ്ധിമുട്ടുകൾ, കാടും മേടും ഗതിച്ചോണ്ടൊരു കമനിമണി കാന്തനായാലും എന്തേ, പാടും കേടും പറഞ്ഞ ആ പല വഴി ഉഴറി പാഞ്ഞലഞ്ഞാലും എന്തേ, കാടും വീടും സമം നിൻ തിരുവടികളിൽ അരുൾ പൊങ്ങീടുവോളം പൊറുപ്പാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കാര്യം? എന്റെ സുബ്രഹ്മണ്യ, എനിക്ക് വേണമെങ്കിൽ ഈ ഉപാസനയൊക്കെ മാറ്റിയിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ നടക്കാമായിരുന്നു. അതാണ് കാടും മേടും ഗതിച്ചോണ്ടൊരു കമനിമണി കാന്തനായാലും എന്തേ. ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ മേലായിരുന്നു സുബ്രഹ്മണ്യ. കണ്ടോ എത്ര ഒന്നാമത്തെ ചോദ്യം. ഞാൻ ഈ കഷ്ടപ്പാട് വിടണമായിരുന്നു? ഞാൻ ഇങ്ങനെ ജീവിക്കണമായിരുന്നോ? ഒരു പെണ്ണെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ എവിടെ ചെന്നേനെന്നാണ് ചോദ്യം. അതാണ് കാടും മേടും കഥിച്ചോണ്ടൊരു കമനിമണി കാന്തരായാലും എന്തേ, പാടും കേടും പറഞ്ഞ് പല വഴി ഉഴറി പാഞ്ഞലഞ്ഞാലും എന്തേ. ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് മടിയനും മടിയനല്ലാത്ത ജീവിതമൊക്കെ നയിച്ചുകൊണ്ട് സാധാരണ പുരുഷന്മാര് വെറുതെ ഇങ്ങനെ നടക്കുന്നത് പോലെ എനിക്ക് നടക്കാമായിരുന്നു. പക്ഷേ ഞാൻ നിന്റെ തിരുവടിയെ സ്നേഹിച്ചു, നിന്നെ ഞാൻ ആരാധിച്ചു. അതുകൊണ്ട് നിന്നെപ്പോലെ ഒരു യോഗിയാകാൻ ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് സുബ്രഹ്മണ്യ, നീ എന്നോട് കരുണ ചൊരിയണേ എന്നാണ് ആര് പറയുന്നത്? ഗുരുവോട് പറയുന്നു.
അപ്പൊ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആ മൂർത്തിയെ ലോകത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചിട്ട് സദാനനം കുങ്കുമ രക്തവർണ്ണമൊക്കെ അങ്ങനെ മാറിപ്പോയി. എന്നിട്ട് പഠിപ്പിക്കുകയാണ് എന്തെന്ന്, ഈ ദേവൻ എന്ന് പറയുന്നത് ബ്രഹ്മണ്യമുള്ളവനാണ്, ഈ ദേവൻ വിജ്ഞാനത്തിന്റെ മുഖമാണ്, ഈ ദേവനെ പഠിക്കണം നമ്മൾ എന്ന് പറഞ്ഞ് ഓരോ കൃതികളും വിജ്ഞാനങ്ങളാക്കി മാറ്റുമ്പോൾ അത് ഗുരു പഠിപ്പിച്ച സുബ്രഹ്മണ്യനായി മാറുകയാണ്. ഗുരു പഠിപ്പിച്ച ദൈവം ഗുരുവിടെ കൊണ്ടുവന്ന് വെക്കുക. ആ സുബ്രഹ്മണ്യനോടാണ് സ്വന്തം അച്ഛന്റെ മഹിമകൾ തമാശ രൂപേണ പറയുന്നത്. അതാണ് സഖ്യമതി ഞാൻ പറയുന്നത്. ഈ നമ്മളൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ കുട്ടികളെയൊക്കെ കണ്ടു കഴിയുമ്പോൾ, വലിയ പ്രായക്കാരും കൊച്ചുകുട്ടികളും ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ അച്ഛനെ കുറിച്ചുള്ള കഥകളൊക്കെ പറയുമ്പോൾ അച്ഛന്റെ സതീർത്ഥ്യനായിരുന്ന വ്യക്തി പറയും, ആ ഇവന്റെ അച്ഛനോ നമ്മുടെ സുഹൃത്തല്ലായിരുന്നു, അവരാരായിരുന്ന വിചാരം, ഇവന്റെ പ്രായത്തിലെ ഇവൻ പാവത്താൻ, ഇവന്റെ പ്രായത്തിൽ അവൻ ആരായിരുന്നതേ, അവരിവിടം ഭരിച്ചതല്ലേ എന്നൊക്കെ ആര് പറയും? ഈ അച്ഛന്റെ സുഹൃത്തിനെന്ന് പറയും. ഏതാണ്ട് ആ ഒരു മെത്തേഡിൽ സുബ്രഹ്മണ്യനോട് ആര് പറയാണ്? നമ്മുടെ ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ അച്ഛനുണ്ടല്ലോ ആ സംഹാരമൂർത്തി എന്നൊക്കെ വിളിക്കുന്ന മഹാദേവൻ, എന്റെ പൊന്നു സുബ്രഹ്മണ്യ, അങ്ങേരുടെ കഥ പറയാൻ പോയാലേ ഇവിടെയെങ്കിലും നിൽക്കത്തില്ലെന്ന്. ആരോട് പറയുക? സുബ്രഹ്മണ്യനോട്. ഇത്രയൊക്കെ ധൈര്യപൂർവ്വം സുബ്രഹ്മണ്യൻ ഇടുത്തിട്ടാ പറയുന്നത്. നിന്റെ അച്ഛൻ ഉന്മാനില്ല നിരക്കോട്ടിയും ഒരു വടിയും കൊണ്ടു നീളെ നടക്കും, പെൺമൈപ്പങ്കൻ കുടത്തിൻ കവിള് കവിയുമാറുള്ള കള്ളും ചുമന്നും നിർമ്മാണം പോൽ അരയിൽ ഒരു കരിത്തോലുടുത്തും നടക്കും വന്മായം നിൻ തകപ്പൻ വികൃതികൾ പറവാൻ ആദിശേഷനുമാവോ. എന്റെ സുബ്രഹ്മണ്യ, നിന്റെ തന്തപ്പടി ഉണ്ടല്ലോ, ആ തന്തപ്പടിയുടെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് പറഞ്ഞിട്ട് ചരിത്രം കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? ഉന്മാനില്ലാഞ്ഞ് ഇരപ്പോട്ടിയും ഒരു വടിയും കൊണ്ടു നീളെ നടന്നു നിന്റെ തന്തപ്പടി. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കയ്യിൽ ഒരു ഭിക്ഷാപാത്രവും ഒരു വടിയുമായിട്ട് തെണ്ടി ഇളഞ്ഞിറങ്ങിയിട്ടുണ്ട് നിന്റെ അച്ഛൻ. നിനക്കതറിയാമോ? ഇത് എഴുതി വെച്ചപ്പോൾ അന്നത്തെ ബ്രാഹ്മണരൊക്കെ പറഞ്ഞു, മഹാദേവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതുകയെ, ഇതെന്ത് കഥ ഇത് എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, അതെ എഴുതിയത് നാരായണ ഗുരുവാണ്, എന്തെങ്കിലും ഇല്ലാതെ എഴുതത്തില്ല, അതുകൊണ്ട് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞു. പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി കറക്റ്റാണ്. എന്താ കാര്യം? ശ്രീപരമേശ്വരന്റെ ഗ്രഹനില എഴുതിയ മകനാണ് സുബ്രഹ്മണ്യൻ. എത്ര പേർക്കറിയാം? സ്വന്തം അച്ഛന്റെ ഗ്രഹനില, ജാതകനില എഴുതിയ ജ്യോതിശാസ്ത്ര വിശാരദൻ. അപ്പൊ എഴുതിയ കൂട്ടത്തിൽ ഭഗവാനോട് പറഞ്ഞു, പിന്നെ അച്ഛൻ മഹാദേവനാണ്, അതൊക്കെ അംഗീകരിക്കുകയാണ്. സർവ്വചരാചരങ്ങളും അങ്ങയുടെ മുമ്പിൽ വണങ്ങി നിൽക്കുന്നു, പക്ഷെ അങ്ങേക്കും പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ ബാധകം, അങ്ങേക്ക് ശനി ബാധിക്കാൻ സാധ്യതയുണ്ട്. ശനിയുടെ ദോഷത്തിൽ നിന്ന് അങ്ങ് മാറി നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അങ്ങ് ഭിക്ഷാന്തേഹിയായി നടക്കണം. കഷ്ടകാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭിക്ഷാന്തേഹിയായി നടക്കണം എന്ന് അച്ഛനെ പഠിപ്പിച്ച മകനാണ് ആര്? സുബ്രഹ്മണ്യൻ. അതുകൊണ്ടാണ് പഴനിക്ക് പോകുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്? കൈ കാച്ചിലാഞ്ഞിട്ടാണ്, പഴനിക്ക് പോകാൻ കാച്ചിലാഞ്ഞിട്ടാണ് ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞ് നടക്കണം. ഇവിടെയൊക്കെ നടക്കാറില്ലേ? കോട്ടയത്തൊന്നും ചേർത്തലൊക്കെ നടക്കാറുണ്ട്. അത് നമ്മുടെ കാട്ടുകുതിര എന്ന് പറയുന്ന നാടകത്തിൽ കൊച്ചുവാവ കളിയാക്കണമുണ്ട്. ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞ് വരുമ്പോ കൊച്ചുവാവ ചോദിക്കൊണ്ട് ഊവേ എന്ന് ചോദിച്ചിട്ട് പറയാണ്, മങ്കെ പഴനിക്ക് പോകാനുള്ള വഴി തിരക്കിയാണ് ഇവര് വന്നതെന്ന് പറയുന്നുണ്ട് കളിയാക്കിക്കൊണ്ടേ. അവൻ അക്കാലത്ത് വളരെ പ്രസിദ്ധമായ നാടകമാണ്. അപ്പൊ അച്ഛനോട് പറഞ്ഞു കൊടുത്തു കഷ്ടകാലം മാറാൻ ഭിക്ഷാന്തേഹിയായി നടക്കണമെന്ന്. അങ്ങനെ അച്ഛൻ നടന്നു. അതുകൊണ്ടാണ് മനുഷ്യരായി നമ്മൾ നടക്കുന്നത്. അച്ഛൻ ഇതുമായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, ഒരു കയ്യിലൊരു ഭിക്ഷാപാത്രവും കയ്യിലൊരു വടിയായിട്ട് മഹാദേവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. ആർക്കാ? അമ്മയായ ഭാര്യയായ പാർവതീദേവി. ഒരു ഭർത്താവും തെണ്ടി ഇലയാൻ ആരും സമ്മതിക്കത്തില്ല, ഒരു ഭാര്യയും സമ്മതിക്കത്തില്ല. എത്ര വഴക്കാണെന്ന് പറഞ്ഞാലും കുടിച്ചു നിർത്തി ഇടിക്കണതാണ് ഭർത്താവ്. ദിവസവും വന്ന് ഇടിക്കുകയാണ്. എന്നാലും ആ മനുഷ്യൻ പോയി തെണ്ടുന്നത് ആർക്ക് സഹിക്കാൻ പറ്റില്ല? ഒരു ഭാര്യക്ക് സഹിക്കാൻ പറ്റില്ല. നാണക്കേട് എന്ന് കരുതും. അതുകൊണ്ട് പാർവതി ദേവി എന്ന് വട്ടം നിന്നു. വട്ടം നിന്നിട്ട് പറഞ്ഞു, അങ്ങിത് ഇവിടെ പോകുന്നു. അപ്പോൾ പറഞ്ഞു, മകൻ പറഞ്ഞ കേട്ടില്ലേ? അവൻ പറഞ്ഞ അച്ചട്ട. അവൻ കൃത്യമായി ജ്യോതിശാസ്ത്രം പഠിപ്പിച്ചതാ. ബ്രഹ്മദേവനെ അറിയാവോ നിനക്ക്? ബ്രഹ്മദേവനെ ഓംകാരത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തതാണ് നിന്റെ മകൻ. ആ മകനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് കാലക്കര മാറാൻ ഭിക്ഷാന്തേഹിയായി നടക്കണമെന്ന്. അപ്പൊ പാർവതിദേവി പറഞ്ഞു, അങ്ങനെ ഭിക്ഷാന്തേഹിയായിട്ട് എന്റെ ഭർത്താവ് നടക്കാൻ പാടില്ല. അങ്ങ് ആരാണെന്ന വിചാരം? എന്റെ ഭർത്താവാണ്. ഞാനാരാ? രത്നങ്ങളും വൈഢൂര്യങ്ങളും ഉള്ളിലൊളിപ്പിച്ചു വെച്ച ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഹിമവാന്റെ മകളാണ് ഞാൻ. ആ മകളുടെ ഭർത്താവാണ് അങ്ങ്. അങ്ങാണ് ഇങ്ങനെ ഭിക്ഷാന്തേഹിയായി നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങേക്ക് എന്താണ് വേണ്ടത്? ഭിക്ഷ ഞാൻ തരും. അപ്പൊ പറഞ്ഞു, ആഹാരമാണ് എനിക്ക് വേണ്ടത്. ഒരു കയ്യിൽ അന്നത്തിന്റെ ആഹാരം എടുത്ത ദേവി, മറുകൈയിൽ അത് വിളമ്പാനുള്ള തവി.
രണ്ടുമായി നിന്ന് ഭർത്താവിന് വിളമ്പിക്കൊടുത്തു പാർവതീദേവി. ആ നിമിഷം പാർവതീദേവി അന്നപൂർണേശ്വരിയായി. കണ്ടോ, ഗുരു പഠിപ്പിക്കുക. അപ്പൊ അതവിടെ തീർന്നു. എന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഉണ്മാനില്ല ഇരപ്പോട്ടിയും ഒരു വടിയും കൊണ്ട് നീളെ നടന്നു, പിന്നെ നിന്റെ അച്ഛനുണ്ടല്ലോ പെൺമൈ പങ്കൻ. ഇത്രക്ക് ധൈര്യമായിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവല്ലാതെ ആർക്കെങ്കിലും പറ്റും. പെൺമൈ പങ്കൻ എന്ന് പറഞ്ഞെന്താ? പെണ്ണിന് ശരീരം പങ്കുവെച്ചു കൊടുത്തവൻ. ശരിയോ തെറ്റോ? ശരിയല്ലേ? സ്വന്തം ശരീരം പകുതി കൊടുത്തപ്പോ അർത്ഥധാരീശ്വരനായില്ലേ? അതാണ് നിന്റെ അച്ഛൻ. കണ്ടോ, പെൺമൈ പങ്കൻ കുടത്തിൻ കവിള് കവിയുമാറുള്ള കള്ളും ചുമന്നും. എന്താണ് ഈ കുടത്തിന്റെ കവിള് കവിയുമാറുള്ള കള്ളി ചുമന്നത്? പരമശിവൻ അങ്ങനെ നടന്നിട്ടുണ്ട്. ആദിശങ്കരാചാര്യരുടെ മനസ്സിലെ അജ്ഞതയുടെ അന്ധകാരം മാറ്റുന്നതിന് വേണ്ടി ഒരിക്കൽ ശ്രീപരമേശ്വരൻ അങ്ങനെ വന്നു എന്നാ പറയുന്നത്. എങ്ങനെ? കാശി ക്ഷേത്രത്തിൽ, കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ശങ്കരാചാര്യർ പുറത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും കൂടി നിന്നൊരു പ്രഖ്യാപനം നടത്തും. ശങ്കര ഭഗവത്പാദർ പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് പ്രദക്ഷിണ വഴിയിൽ ആരും ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകിച്ച് ജാതിയിൽ താഴ്ന്നവർ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം വഴിമാറേണ്ടതാകുന്നു. അങ്ങനെ അവരെല്ലാം വിളിച്ചു പറഞ്ഞ ശുദ്ധമായ വഴിയിലൂടെയാണ് ശങ്കരാചാര്യർ പുറത്തേക്ക് വരുന്നത്. ഒരു ദിവസം ശങ്കരാചാര്യരുടെ വഴിത്താരയിൽ അവരറിയാതെ തന്നെ ഒരാൾ വന്നു നിൽക്കുന്നു. തലയിൽ ഒരു കുടം കള്ളും രണ്ട് കൈയിലും മാംസവും ആയി വന്നു നിൽക്കുന്നു ഒരു വിരൂപനായ മനുഷ്യൻ. കൂടെ വന്നവരൊക്കെ പറഞ്ഞു, ഇവനെ മാറ്റൂ, ഈ ശങ്കര ഭഗവത്പാദർ വരുന്നു, ഇവനെ മാറ്റൂ എന്നെല്ലാവരും കൂടി പറഞ്ഞു. പക്ഷെ ഇയാൾ മാറുന്നില്ല. ഇയാൾ ഇങ്ങനെ നിൽക്കുക, ചിരിയും ചിരിച്ച്, കറ പിടിച്ച പല്ലുകൾ, രണ്ട് കൈയിലും മാംസം, പശുവിന്റെ മാംസം. അത് തിന്നുന്നതിന് വേണ്ടി 4 പട്ടികൾ കുരച്ചരികെ നിൽക്കുക, ദുർഗന്ധം വമിക്കുന്ന ശരീരം. ആരും മാറിയില്ല. ശങ്കരാചാര്യ നേരെ വന്നവന്റെ മുമ്പിൽ പെട്ടു. ശങ്കരാചാര്യ ചോദിച്ചു, നീ മാറിയില്ലേ? വഴിമാറൂ നരാധമാ, ഞാനല്ലേ വരുന്നത്, എന്റെ ശിഷ്യന്മാർ നിന്നോട് പറഞ്ഞില്ലേ, മാറൂ നീ. അവൻ അപ്പോഴും ചിരിച്ചിട്ട് പറഞ്ഞു, ഹേ സർവജ്ഞ, ഇങ്ങനെ വിളിച്ചു, ഹേ സർവജ്ഞകലാധിയായ മഹാബ്രാഹ്മണ, ഞാൻ എന്താണ് മാറ്റേണ്ടത്? എന്നിലും അങ്ങയിലും കുടികൊള്ളുന്ന ആത്മാവിനെ മാറ്റണോ? ഇന്നോ നാളെയോ മരിച്ചു വീഴുന്ന നശ്വരമായ ഈ ശരീരത്തിനെ മാറ്റണോ? പറഞ്ഞാലും ധന്യാത്മൻ, പറഞ്ഞാലും. ഉത്തരം പറയാതെ വട്ടം കറങ്ങി നിന്നു ജ്ഞാനപീഠം കയറിയ മനുഷ്യൻ. ഇവന്റെ ചോദ്യം എന്താ? എന്നിലും അങ്ങയിലും കുടികൊള്ളുന്ന ആത്മാവ്. പുള്ളി തിക്കുവരപ്പ് നോക്കി, ശരിയാണല്ലോ, കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നാണല്ലോ ഞാൻ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നത്, പുറത്തേക്ക് വിടുന്നത് അങ്ങോട്ട് തന്നെ, ഇവനും അതുപോലെ തന്നെ. അപ്പൊ ആത്മാവിന് ജാതിയില്ല, ഭേദമില്ല, അത് മാറ്റാൻ എനിക്ക് പറയാൻ അധികാരമില്ല. അപ്പൊ അത് മാറ്റണ്ട. പിന്നെ അടുത്തെന്താവുന്നു? ഇന്നോ നാളെയോ മരിച്ചു വീഴുന്ന നശ്വരമായ ശരീരം. ഞാൻ ഈ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചു വീണാൽ എന്ത് സംഭവിക്കും? ഹൃദയസ്തംഭനം മൂലം ഞാൻ മരിച്ചു വീണാൽ എന്ത് സംഭവിക്കും എന്റെ ശരീരത്തിന്? ശങ്കരാചാര്യർ ചിന്തിച്ചു. ചിന്തകൾ മനസ്സിൽ ചെന്ന് കെട്ടുപിണഞ്ഞു. ഉത്തരം കണ്ടെത്തി. എന്റെ ശരീരത്തിന് 3 കാര്യങ്ങൾ സംഭവിക്കും. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ച് പോകില്ല, വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല, മണ്ണിന് കീഴായി കൃമികളായി പോകില്ല. ഈ 3 അവസ്ഥ മാത്രമേ ഈ ലോകത്ത് എല്ലായിടത്തും വരികയുള്ളൂ. അതുകൊണ്ട് അതും മാറ്റാനാവില്ല. ഉത്തരമില്ലാത്ത ശങ്കരാചാര്യർ ആ ചണ്ടാലന്റെ കാൽപാദങ്ങളിൽ ചെന്ന് വീണു എന്ന് പറഞ്ഞു, നീയാണ് എൻ്റെ ഗുരു, നിന്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ചണ്ടാലനെയല്ല കണ്ടത്, ചന്ദ്രക്കലാധരനായ ആരെയാണ് കണ്ടത്? സാക്ഷാൽ ശ്രീ പരമേശ്വരനെയോ. ഇതാണ് ഗുരു എഴുതി വെച്ചത്. നിന്റെ അച്ഛനുണ്ടല്ലോ കള്ളും ചുമന്ന് നടന്നിട്ടുണ്ട്, നിർമ്മാണം പോലെ അരയിൽ ഒരു കരിത്തോലെടുത്തും നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആനയുടെ തോലാണ് നിന്റെ അച്ഛൻ ഉടുക്കുന്നത് എന്ന് സുബ്രഹ്മണ്യനിലൂടെ ശിവനെ പഠിപ്പിച്ചു കൊടുത്തു ഗുരു. ഇതാണ് ഗുരു പഠിപ്പിച്ച ദൈവം. ഗണപതിയെ, സരസ്വതിയെ, സുബ്രഹ്മണ്യനെ, ശിവനെ ഒക്കെ പഠിപ്പിച്ചു തന്നു. ഇനി ഒരാളെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം പൂർണ്ണമാക്കുകയാണ്. നിർത്താറായി തോന്നുന്നു അല്ലേ? 9 മണിയാകുമ്പോൾ നിർത്തി കൊടുക്കണമെന്നാണ് ചേർത്തലക്കാർ പറഞ്ഞ. മറിയപ്പള്ളി ശാഖയിൽ 9 മണിക്ക് നിർത്തണം, അല്ലെങ്കിൽ അവർ വയലന്റ് ആവുമെന്ന് എന്നോട് പറഞ്ഞു. നേരാണോ? ഒരാളെ കൂടിയുണ്ട്, അതുകൂടി പറയാം. ഭദ്രകാളി. ആരാണ് ഭദ്രകാളി എന്ന് ചോദിച്ചാൽ നമ്മുടെ ശാന്തിമാരോട് ചോദിക്കണേ. ഭദ്രകാളി എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയും, അയ്യോ ഭദ്രകാളിയാ, കാളി മേഘസമപ്രഭാം ഹൃദയനാം വേദാല കണ്ഠസ്ഥിതാം ഖഡ്ഗം കേടകപാല ദാരികശിര കൃത്വാ കരാഗ്രേഷുജ ഭൂതപ്രേത വിജാജ മാതൃസഹിതാം മുണ്ടസ്രജാലകൃതാം വന്ദേ ദുഷ്ടം അസൂരിക അതിവിപതാം സംഹാരിണീശ്വരീം. ശാന്തി, ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാവോ? അർത്ഥം അങ്ങ് പറഞ്ഞു കൊടുത്ത് അർത്ഥം കേട്ട് നിന്ന് കഴിയുമ്പോൾ പേരക്രാവ് കേൾക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ രാത്രിയായപ്പോൾ അവൻ എഴുന്നേറ്റിരുന്ന് കാറുകയാണ്. അപ്പൊ അമ്മുമ്മ ചോദിക്കും, എന്താണ്? അമ്മുമ്മ പറഞ്ഞ അർത്ഥം ആ ശാന്തി പറഞ്ഞു കേട്ടിട്ട് എനിക്ക് പേടി വന്നു. കാളി മേഘ സമപ്രഭ, കറുത്ത മേഘത്തിന് തുല്യമായ ശരീരം, വേദാള കണ്ഠസ്ഥിതാം,
പിശാചുക്കൾ എന്നൊരു ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നേതാവാണ് വേതാളം. അതിന്റെ കണ്ഠത്തിലിരിക്കുന്നവൾ, അതാണ് വേതാള കണ്ഠസ്ഥിത. ഖഡ്ഗം കേട കപാല ദാരിക ശിര, വാള് വരിജ, പിന്നെ കയ്യിൽ ദാരുകന്റെ രക്തം വിറ്റിട്ട് വീഴുന്ന ശിരസ്, ഇതൊക്കെയായിട്ട് നിൽക്കുന്ന ഭീകരമായ രൂപമാണ് ഭദ്രകാളി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു നമ്മെ മതം. അത് ഭദ്രകാളിക്കുണ്ടോ? ഉണ്ട്. ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി ഒരല്പനേരത്തേക്കെടുത്ത രൂപമാണത്. അല്ലാതെ ആത്യന്തികമായി ഭദ്രകാളി ആ രൂപമല്ല. പിന്നെ ഭദ്രകാളി ആരാകുന്നു? ആ ഭദ്രകാളി അമ്പലത്തിൽ പോയി ഭദ്രകാളിയെ കാണാനതിന് വേണ്ടി ഇരുന്ന ദാസൻ എന്ന് പറയുന്ന ആട്ടിടയന് ഭദ്രകാളിയെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോ ഭദ്രകാളി അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു കൊടുത്തപ്പോ ആ ദാസൻ എന്ന കാളിദാസൻ ആ ഭദ്രകാളിയുടെ രൂപം വർണ്ണിച്ചത് വിവരമുള്ള രീതിയിലാണ്. വാളും കയ്യിൽ ശിരസുമായി നിൽക്കുന്ന ഘോരമായ രൂപത്തിന്റെ പ്രതിമയാണ് താനിരിക്കുന്ന ക്ഷേത്രത്തിനകത്തെങ്കിലും തന്റെ കൺമുമ്പിൽ കണ്ട ദേവിയെ അന്നാദ്യമായ വിശ്വസാഹിത്യകാരൻ എഴുതിയത് എങ്ങനെയാണ്? മാണിക്യ വീണാമുപലാളയന്തീ മദാലസാം മഞ്ജുള വാഗ്വിലാസാം മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗീ മാതംഗകന്യാ മനസാ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതേ കുങ്കുമരാഗശോണേ പുണ്ട്രേഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേകമാതാ. കാളിദാസൻ കണ്ടോ? ഘോരമായ രൂപമാണോ വർണ്ണിച്ചു വെച്ചത്? അതീവ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം അങ്ങ് വർണ്ണിച്ചു വെച്ചു. കാര്യം എന്താ? കാളിദാസന്റെ അറിവ് ഭദ്രകാളിയെ അങ്ങനെയാണ് കണ്ടത്. അറിവുള്ളവരെല്ലാം ഭദ്രകാളിയെ കാണുമ്പോൾ ആ രൂപത്തിൽ കാണണമെന്ന് കാളിദാസൻ തുടങ്ങി വെച്ച ആ രീതി ഗുരുദേവനും തുടങ്ങി വെച്ചു. ഭദ്രകാളി അഷ്ടകത്തിൽ ദേവിയുടെ ഘോരമായ രൂപം എങ്ങും ആര് വരച്ചു വെച്ചിട്ടില്ല, ഗുരു പഠിപ്പിച്ചു വെച്ചിട്ടില്ല. മതം പഠിപ്പിച്ചതിനെ മാറ്റി നിർത്തിക്കൊണ്ട് എഴുതി വെച്ചു ഭദ്രകാളി അമ്മയാണ്. ഏതമ്മ? മാതംഗാനന ബാഹുലേയ ജനനി മാതംഗ സംഗാമിനി ചേതോഹാരിധനുച്ഛവീ ശബരികാചക്ഷുഷ്മതീ അംബിക നിർമ്മൽ പ്രൗഢ നിശുംഭ ശുംഭമതിനി അംഭോജ ഭൂപൂജിത സമ്പൽ സന്തതിദായിനി ഹൃദി സദാ ശ്രീ ഭദ്രകാളി ഭജേ. ഉണ്ടോ ഭദ്രകാളിയെ പറഞ്ഞ് ചോദിച്ച രംഗം? അമ്മമാരൊക്കെ കേൾക്കണം. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന 90% അമ്മമാരുടെ ജന്മം സഫലമാകുന്നത് എപ്പോഴാണ്? മറിയപ്പള്ളി വന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുക, അമ്മമാരുടെ ജന്മം സഫലമാകുന്നത് എപ്പോഴാണ്? ഉത്തരം അറിയാതെ പലരും എഴുന്നേറ്റ് എന്ന് പറയുന്നത് ഇതാണ്: ഞങ്ങൾ പ്രസവിക്കുമ്പോൾ ഞങ്ങളുടെ ജന്മം സഫലമായി. പിന്നെ എന്ത് വലിയ കാര്യമാണെന്നറിയാമോ ഈ മഹാകാര്യം? ഇത് പ്രകൃതിയിൽ സ്ത്രീജനങ്ങൾക്ക് സസ്തനികൾക്കെല്ലാം കൊടുത്തിട്ടുള്ള ഏർപ്പാടാണ്. നിങ്ങൾ മാത്രമേ പ്രസവിക്കുള്ളൂ. പട്ടി പ്രസവിക്കുന്നുണ്ട്, പൂച്ച പ്രസവിക്കുന്നുണ്ട്, അണലി പ്രസവിക്കുന്നുണ്ട്, ഇല്ലേ? 10 മാസം നൊന്ത് പ്രസവിച്ചതല്ലേ നിന്നെ ഞാനെന്ന് ഏതോ ഒരു സിനിമയിൽ പിന്നെ നമ്മുടെ ദിലീപിനോട് പറയുമ്പോൾ ദിലീപ് പറയുന്നുണ്ടല്ലോ, എൻ്റെ അമ്മേ ഇനി അങ്ങനെ പറയരുത്, അമ്മ ഒരു 11 മാസം എൻ്റെ ഞാൻ എടുത്തിട്ട് നടക്കാം, ഇനി മേലാൻ എന്നോട് പറയരുതെന്ന്, അല്ലേ? എല്ലാ അമ്മമാരും പറയുന്നതാണ്. അതൊരു കാര്യമല്ല, അത് പ്രകൃതിയുടെ ഒരു തീരുമാനമാണ്. അത് സ്ത്രീ ആയിട്ടുള്ള എല്ലാവരും പ്രസവിക്കണം. പക്ഷേ അമ്മയുടെ ജന്മം സഫലമാകുന്നത് എപ്പോഴാണെന്ന് ഗുരു നമ്മെ പഠിപ്പിച്ചു. എപ്പോഴാണ്? സ്വന്തം മക്കളെ പ്രസവിച്ചിട്ട് വളർത്തി വലുതാക്കി സമൂഹത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഇതാ എൻ്റെ മകൾ, ഇതാ എൻ്റെ മകൻ എന്നൊരമ്മ പറയുമ്പോഴാണ് അമ്മയുടെ ജന്മം എന്ത് ചെയ്യുന്നത്? സഫലമാകുന്നത്. അതിനെന്ത് ചെയ്തു? നിന്നെ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നു ഭദ്രകാളി. കാരണം എന്താ? പ്രഗത്ഭരായ 2 മക്കളെ നീ പെറ്റു വളർത്തി സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നിന്നെക്കാൾ മുമ്പേ അവരെ ലോകം അംഗീകരിച്ചു പ്രാർത്ഥിക്കുന്നു. ആരൊക്കെയാണ്? മാതംഗാനനൻ. ഞാൻ ആദ്യമേ പറഞ്ഞാല് ഗണപതി അമ്മയെക്കാൾ മുമ്പേ പ്രാർത്ഥിക്കില്ലേ? പാർവതിയാകുന്ന ഈ ഭദ്രകാളിയേക്കാൾ മുമ്പേ ആരെ പ്രാർത്ഥിക്കുകയാണ്? മകനെ പ്രാർത്ഥിക്കുകയാണ്. അച്ഛനെ അമ്മനെയും മാറ്റി നിർത്തിയിട്ട് ജനം മുഴുവൻ പോയി ആദ്യം ആരെ പ്രാർത്ഥിക്കുക? ഈ മകനെ പ്രാർത്ഥിച്ചിട്ടാണ് അച്ഛനെ അമ്മനെയും പ്രാർത്ഥിക്കണമെന്ന്. 2ാമത്തെ മകൻ പിന്നെ ആരാകുന്നു? ബാഹുലേയൻ. അതാരാകുന്നു? സുബ്രഹ്മണ്യൻ. വിജ്ഞാനത്തിന്റെ മുഖമായി ഈ 2 മക്കളെ പെറ്റു വളർത്തിയ അമ്മേ, അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് ജനനി എന്ന് വിളിച്ചോട്ടെ. കണ്ടോ? എല്ലാ അമ്മമാരും കേൾക്കാനാണ് ഈ പറയുന്നത്. നിങ്ങളുടെ മക്കളെ സുബ്രഹ്മണ്യനെ പോലെ ഗണപതിയെ പോലെ വളർത്തി വലുതാക്കേണ്ട ചുമതല ആർക്കുള്ളതാണ്? അമ്മമാർക്കുള്ളതാണ്. എന്നിട്ട് മാറും എന്ന് പറയുമ്പോൾ ആ അമ്മയെ ആര് നമസ്കരിക്കും? ലോകം മുഴുവൻ നമസ്കരിക്കും. എന്തിനാണ് ഭദ്രകാളിയുടെ നമസ്കരിക്കുന്നത്? കുരുതി നടത്താനും ശത്രുസംഹാര പുഷ്പാഞ്ജലി ശത്രുക്കളൊക്കെ മുടിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിക്കാനും
അല്ല. പിന്നെ എന്തിനാണെന്നാ ഗുരു പറഞ്ഞിരിക്കുന്നത്? സമ്പൽ സന്തതിദായിനി. ഭദ്രകാളിയുടെ മുമ്പിൽ പോയി എന്താ പ്രാർത്ഥിക്കേണ്ടത്? സമ്പത്തും നല്ല സന്തതികളെ നീ തരണം, കാരണം നീയാണ് അതിന് ഞങ്ങളുടെ മാതൃക. നീ സമ്പത്തും നല്ല സന്തതികൾക്കും ജന്മം നൽകിയ അമ്മയാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ നമസ്കരിച്ചോട്ടെ എന്ന്. കണ്ടോ, മതം പഠിപ്പിച്ചത് ഏകദന്ത വലുതാണ്, കാളി മേഘ സമപ്രഭ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചത്. ഗുരു പഠിപ്പിച്ചപ്പോൾ ആരായി? ഭദ്രകാളിയായി. ഈ ഭദ്രകാളി ആരാണ് എന്ന് ചോദിച്ചാൽ ഗുരു എന്താ പറയുന്നത്? മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഗഗം താനായതും തര നദീ നാരിയും നരനും ആ നാഗവും നരകവും. കണ്ടോ, ഭദ്രകാളി എവിടെയായിരിക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. മീനായതും മാനായതും എല്ലാം ആരാകുന്നു? അമ്മയാണ്. ഇതാണ് ഗുരു പഠിപ്പിച്ച ദൈവം. ഈ ദൈവത്തിനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആര് തന്നെ പഠിപ്പിക്കണം? ഗുരു തന്നെ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് രഞ്ജിത്ത് ഗുരു പഠിപ്പിച്ച ദൈവവും മതം പഠിപ്പിച്ച ദൈവവും വിഷയമാക്കി വെച്ചത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പൂജാരിമാരും മറ്റുള്ളവരും തന്ത്രികളും ഒക്കെ പറയുമ്പോൾ അവർക്ക് എല്ലാവിധ ബഹുമാനവും കൊടുത്തിട്ട് പറയണം, നിങ്ങൾ അതൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ ഗുരു പഠിപ്പിച്ച ദൈവത്തിനെ കൂടി ഒന്ന് പഠിപ്പിക്കണേ. ഗുരു പഠിപ്പിച്ച സുബ്രഹ്മണ്യനെ, ഗുരു പഠിപ്പിച്ച ഗണപതിയെ, ഗുരു പഠിപ്പിച്ച ഭദ്രകാളിയെ, ഗുരു പഠിപ്പിച്ച ശിവനെ ഒന്ന് നിങ്ങൾ പഠിക്കണം. അത് വലിയ വ്യത്യസ്തമായ ഒരു പഠനമാണ്. കാരണം സത്യസന്ധതയുടെ ഒരു അനാവരണമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ട് എന്നത് ലോകമറിഞ്ഞത് ശേഷൻ വന്നപ്പോഴാണ്. ശേഷൻ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, ഒരു നിയമവും എഴുതി വെച്ചില്ല. പകരം എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യസന്ധത ലോകത്തെ അറിയിച്ചു. ഇതാണ് കമ്മീഷൻ എന്ന് പറഞ്ഞപ്പോൾ ആ കമ്മീഷന്റെ കീഴിൽ സകല ജോലി എന്താണ് ഭരണാധിപന്മാരും പോലീസും നിയമ സംവിധാനവും തൊഴുതു നിന്നു. അതിന്നും തുടരുന്നു. അതിനു മുമ്പ് കമ്മീഷൻ വിലയിലായി. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിനെ കൊണ്ടുവന്നിട്ട് ഇതാണ് സനാതന ധർമ്മം, ഇതാണ് ശരി എന്ന് പറഞ്ഞപ്പോ അതാണ് സനാതന ധർമ്മമായത്. ഗുരു ഒന്നും പുതിയതായിട്ട് കൊണ്ടുവന്നതല്ല. ഞാൻ എല്ലാവരും പറയുന്ന ഗുരു വിപ്ലവകാരി എന്ന്, അങ്ങനെയൊന്നുമില്ല. ഗുരു ഒന്നും പുതിയതായിട്ട് കൊണ്ടുവന്നില്ല. ഗുരു ഉള്ളതെല്ലാം ഈ ഭൂമിയിലുള്ളതാണ്. പ്രതിഷ്ഠകൾ അനവധി ചെയ്ത് കണ്ണാടി പ്രതിഷ്ഠ പറഞ്ഞ് അത് വിപ്ലവമല്ലേ? ഞാൻ പറയുന്നു അല്ല. സനാതന ധർമ്മത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ശൈലി ദാരുമയി മനോമയി മണിമയി ലോഹമയി ലേഖ്യ ലേപ്യാച്ച സൈകത പ്രതിമാഷ്ട വിധിസ്മൃത. കണ്ടോ, 8 തരത്തിൽ പ്രതിഷ്ഠിക്കാം എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഈ ധർമ്മം. ആ ധർമ്മം എടുത്ത് പഠിച്ചിട്ട് അത് 8 തരത്തിലും കാണിച്ചു കൊടുത്തു. ആര്? ശ്രീനാരായണ ഗുരുദേവൻ. ശൈലി കല്ല്, തടിയിൽ, അതാണ് ശൈലി ദാരുമയി മനോമയി മണിമയി ലോഹമയി. അതിനകത്ത് എഴുതി വെച്ചിരിക്കുക ലേഖ്യ ലേപ്യ എന്ന് പറഞ്ഞാൽ വരച്ചും എഴുതിയും ഈശ്വരനെ പഠിപ്പിക്കാം. ലേഖ്യ ലേപ്യ സൈകത മണൽപ്പുറ്റുകൊണ്ടും പ്രതിഷ്ഠിക്കാമെന്ന്. ഇപ്പൊ ഗുരു എന്താണ് കാണിച്ചത്? ആ ശരികളെല്ലാം അതാണ് കണ്ണാടിയിൽ ഓംകാരം എഴുതിയിട്ട് പറഞ്ഞു ഇതാണ് ഈശ്വരൻ ഉണ്ടോ? അല്ലാതെ ഈശ്വര നിഷേധമല്ല. സത്യം ധർമ്മം ദയ ശാന്തി എന്ന് എഴുതിയപ്പോ അവിടെ അതെല്ലാം കൂടി കൂടുന്നത് ഈശ്വരനാണ്. അതാണ് എഴുതിയും വരച്ചും പഠിപ്പിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ ഗുരു അതിന്റെ സത്യസന്ധമായ ആവിഷ്കാരമാണ് നമുക്ക് മുമ്പ് കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. ഈശ്വരൻ എന്താണ്, ഗണപതി എന്താണെന്ന് പറയുമ്പോൾ അതിന്റെ സത്യസന്ധമായ മുഖം, ഭദ്രകാളിയുടെ സത്യസന്ധമായ മുഖം. ഇത് പഠിപ്പിച്ചപ്പോൾ അത് പഠിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് മറ്റുള്ളവരോട് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗുരുവിലൂടെ ഗുരുവിങ്ങനെ ജീവിക്കുന്നത്. പറയാതിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ശ്രവണം വലിയൊരു ഘടകമാണ്. ശ്രവണം കേട്ട് ഒരു ചെവി കൂടി കേട്ടിട്ട് മറു ചെവി കളയരുത്. രണ്ടാമത്തെ കാര്യം നടത്തിക്കൊള്ളണം, കീർത്തനം. കേട്ടിട്ട് എന്ത് ചെയ്യണം? പറയണം. അതാണ് ശ്രവണം, കീർത്തനം. മൂന്നാമത്തത് മറന്നു കളയരുത്, സ്മരണം, മെമ്മറിയിൽ ഉണ്ടാകണം. അപ്പൊ ശ്രവണം, കീർത്തനം, സ്മരണം. അത് കഴിഞ്ഞിട്ടാണ് ഈശ്വരന്റെ എന്ത് പറഞ്ഞിരിക്കുന്നത്? പാദസേവനം. കണ്ടോ, വെറുതെ പോയി ആരുടെയും കാല് പിടിക്കണ്ട. ഇത് 3ഉം കഴിഞ്ഞിട്ട് പോയി കാല് പിടിച്ചാൽ മതി. പാദസേവനം, അർച്ചനം. അത് കഴിഞ്ഞിട്ടാണ് വഴിപാട് ഒക്കെ സമർപ്പിക്കേണ്ടത്. പിന്നീടാണ് വന്ദിക്കേണ്ടത്. പിന്നീടാണ് ദാസനാകേണ്ടത്. പിന്നീടാണ് സുഹൃത്താകേണ്ടത്. പിന്നെ ആത്മനിവേദനം. ആ 2 പണിയും നിങ്ങൾ ചെയ്യരുത്. സഖ്യവും ആത്മനിവേദനവും ഗുരുവിനെ പോലുള്ള ആളുകൾക്കുള്ളതാണ്. അതുകൊണ്ടാണ് അത് പാടില്ലാത്ത, അത് കഴിയാത്ത കുമാരനാശാൻ എഴുതിയത് അന്യർക്ക് ഗുണം ചെയ്വതിന് ആയുസ്സും വപുസ്സും ധന്യത്വമൊടങ്ങ് ആത്മതപസ്സും ബലി ചെയ്തു എന്ന്. കാര്യം ഞങ്ങൾക്കാർക്കും ഈ സാധനമില്ല. എന്ത് ആത്മതപസ്? എനിക്കില്ല, അയ്യപ്പനില്ല, വൽപ്പു ഡോക്ടർക്കില്ല, ആർക്കുമില്ല. അത് അങ്ങേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അങ്ങ് കൊണ്ടുപോയി ഞങ്ങൾക്കും കൂടി ബലി ചെയ്ത് ഇവിടെ സമർപ്പിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത് അങ്ങേക്ക് തുല്യനായ ഒരു സന്യാസി ഈ ലോകത്തില്ല എന്ന്. ആണ് നമ്മൾ അറിയേണ്ടത്.
ഗുരുവിന് തുല്യനായ ഒരു സന്യാസി വേറെയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ഭഗവാന് തുല്യമായി മറ്റൊരു സന്യാസി വേറെയില്ല. ആ സന്യാസ ലക്ഷണം പൂർണ്ണമായി നിൽക്കുന്ന ഗുരുവാണ് നമ്മെ പഠിപ്പിച്ചത് ഈശ്വരന്മാരെ. അതുകൊണ്ട് മതം പഠിപ്പിച്ച ഇന്നലെ വരെയുള്ള ഈശ്വരന്മാരെ നമ്മൾ അല്പനേരത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഗുരുവിന്റെ കൃതികളിലൂടെ ഗുരു പഠിപ്പിച്ച ഈശ്വരനിലേക്ക് ഒന്ന് സഞ്ചരിക്കുക. എന്നിട്ട് അത് പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുക ആ ഈശ്വരന്മാരെ. അങ്ങനെയാണ് ഈശ്വരന്റെ എന്താ പറയുക ചൈതന്യം ഉണ്ടാകുന്നത്. ഈശ്വരൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഈശ്വരൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കുമാരനാശാൻ ഗുരുവിൽ നിന്ന് പഠിച്ചതാണ് എഴുതി വെച്ചത്. ആ കുട്ടിയും തള്ളയും കുഞ്ഞുകുട്ടിയാണ് ഈശ്വരൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഈശ്വരൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ മഹാതത്വങ്ങളൊന്നും ആശാൻ പറഞ്ഞു കൊടുത്തില്ല. അതിനാണ് ഒരു താരാട്ട് പാട്ട് രചിച്ചു കൊടുത്തത്. പൂന്തോട്ടത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വള്ളികളിൽ നിന്ന് ചിത്രശലഭങ്ങൾ, പൂക്കളിൽ നിന്ന് തേനുണ്ട് പറന്നു പോകുമ്പോൾ കുട്ടി തെറ്റായിട്ടാ പറയുന്നത്. എന്ന് പറയുന്നത് ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്നാണ് കൊച്ചു പറയുന്നത്. പക്ഷേ അമ്മ തിരുത്തി കൊടുക്കുകയാണ്. ഗുരുവിനെ പഠിച്ച കുമാരനാശാന്റെ അമ്മ എന്താ തിരുത്തി കൊടുത്തത്? തെറ്റി എന്റെ മകനെ, നിനക്ക് തെറ്റിപ്പോയി. നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അപ്പൊ കൊച്ചാദ്യമായിട്ട് എന്തിനെ പഠിക്കുകയാണ്? പൂമ്പാറ്റകളെ പഠിക്കുകയാണ്. അപ്പോൾ അവൻ ആ പൂമ്പാറ്റയോടൊപ്പം പറക്കാൻ ആഗ്രഹിക്കുന്നു. അവനൊന്ന് പറന്നു നോക്കുന്നു, നടക്കുന്നില്ല. ചാടി നോക്കുന്നു, നടക്കുന്നില്ല. അവൻ വിഷണ്ണനായ അമ്മയോട് പറയുന്നു, അയ്യോ പോയി കൂടിക്കളിപ്പാൻ, അയ്യോ വയ്യേ എനിക്കൂ പറക്കാൻ എന്ന് പറയുമ്പോ ആ അമ്മ അവനെ സാന്ത്വനിപ്പിക്കുന്നത് നല്ലൊരു കാര്യം പറഞ്ഞെന്നാ പറയുന്നത്. എൻ്റെ മകനെ പിച്ച നടന്നു കളിപ്പൂ. എൻ്റെ മകൻ പിച്ച നടന്ന് കളിക്കുന്ന പ്രായം. പക്ഷേ ഈ പിച്ചകമുണ്ടോ ധരിപ്പൂ? ഈ നിൽക്കുന്ന പിച്ചകപ്പൂ സഞ്ചരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നിനക്ക് സഞ്ചരിക്കാം. അപ്പൊ നിനക്കില്ലാത്തൊരു ഗുണം അതിനുണ്ട്. അതിന് സുഖമുണ്ട്, അതിന് മാർദ്ദവമുണ്ട്, സുഗന്ധമുണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ലൊരു ഗുണം നിനക്കുണ്ട്, നീ സഞ്ചരിക്കുന്നു. അപ്പൊ എല്ലാം ഇങ്ങനെ വ്യത്യസ്തമാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാം അമ്മ ചൊന്നാൽ. അമ്മ ഇതിൻ്റെയൊക്കെ അർത്ഥം എനിക്ക് നടക്കാൻ സാധിക്കും, പിച്ചകപ്പൂവിന് നടക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ അമ്മ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ ഞാനൊരു ഉമ്മ തരാം എന്ന് പറഞ്ഞപ്പോ ആ അമ്മ ഉത്തരത്തിന് പകരം പറയുന്നത് എന്താണെന്നറിയാവോ? ഇതെല്ലാം ആരാകുന്നു? നാമിങ്ങറിയുവതൽപ്പം. ഇതൊക്കെ നിനക്ക് പറഞ്ഞു തരാൻ എനിക്കറിവില്ല. അതാണ് നാമിങ്ങറിയുവതൽപ്പം, എല്ലാം ഓമനെ ദൈവസങ്കല്പം. കണ്ടോ? ആ കൊച്ച് അവിടെ വെച്ച് എന്തിനെ പഠിച്ചു? ദൈവത്തിനെ പഠിച്ചു. ഇത് ഗുരുവിനെ പഠിച്ചുകൊണ്ടാണ് കുമാരനാശാന് ആ ദൈവത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചത്. നമുക്കും അതുപോലെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദർശന സംഗമത്തിൻ്റെ ഈ പരിസമാപ്തിയിൽ ഗുരു പഠിപ്പിച്ച ദൈവവും മതം പഠിപ്പിച്ച ദൈവവും നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ സാധിച്ച ഈ ഗുരുനിയോഗത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുരുദേവ തൃപാദങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ശ്രീ രഞ്ജിത്തിന്, എന്നെ നിരന്തരം എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ നമ്മുടെ സൈജുവിന്, ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. നന്ദി, നമസ്കാരം, ഗുരുധർമ്മം.